വിഭൂതി യോഗമാണ് പറഞ്ഞതിപ്പോൾ. വിശേഷനുള്ള ഭൂതി കാണാനുള്ളത്. അർജുനനുണ്ടായത് മോഹമാണ്. മോഹം തൻ്റെ ബന്ധുക്കളെ എങ്ങനെ കൊല്ലും എന്ന വിഷമം. ബന്ധുക്കൾ എന്ന തോന്നലുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഗീത തന്നെ ഉണ്ടാവില്ല. കാരണം ശത്രുക്കളാന്ന് പറഞ്ഞാൽ പിന്നെ കൊന്നിരിക്കും. ബന്ധുവാണ് തോന്നിയപ്പോൾ വിഷമമായി. അതിനാണ് അവിടെ മോഹകലിലം എന്നൊക്കെ പറയുന്നില്ലേ, കാർപ്പണ്യദോഷം, കൃപണത. കൃപണൻ എന്ന് പറയുന്നത് കിട്ടിയത് പോരാ തോന്നുന്ന ഈ കൃപണൻ വരാം. വിശാലം എന്നുണ്ടല്ലോ, അതിന് വിപരീതമാണ് സങ്കുചിതം. ആ സങ്കുചിതത്തിൻ്റെ ഗീത കൊടുക്കുന്ന പേര് കൃപണത. അപ്പോൾ ഈ ലോകത്തിലുണ്ടാവുന്ന സർവ്വവക ദുഃഖത്തിൻ്റെയും മൗലിക കാരണം ഈ കൃപണതയാണ്. അതായത് സങ്കുചിതത. ഞാൻ ഈ ശരീരമാണ് എന്ന് തോന്നുമ്പോഴാണ് ദുഃഖമൊക്കെ. ഞാൻ ശരീരമാണ് എന്ന് അയാൾ തെറ്റില്ല, ശരീരം മാത്രം. അപ്പോൾ അഹന്ത വരും, മമത വരും. ആ ലോകത്തിൽ ഇന്നിപ്പം നമ്മൾ എന്തൊക്കെ കാണുന്നു വെച്ചാൽ എല്ലാത്തിൻ്റെയും മൗലിക കാരണം ഈ കൃപണതയാണ്. അത് മാറാനാണ് ഭഗവാൻ ചികിത്സ കൊണ്ടുവരുന്നത്. 10 വിഭൂതി പറയുമ്പോൾ പറഞ്ഞു എല്ലാം ഞാനാണ്. എന്താ ഈ എല്ലാം ഞാനാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾക്ക് സങ്കുചിതം ഉണ്ടാവില്ല. ശത്രുവാണെന്നും അത് എൻ്റെ തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ശത്രു ഇല്ലാണ്ട് ഇവനെ. വാസ്തവത്തിൽ 10 അധ്യായം കേട്ടപ്പോൾ തന്നെ അർജുനന് കൃപണത നീങ്ങി. ഇനി ഒന്നും കൂടി ഒന്ന് വിശദമാക്കുക മാത്രമേ ഉള്ളൂ. അതാണ് 11-ാം അധ്യായത്തിൽ ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഒന്ന് നേരിൽ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുക അർജുനൻ. അതാണല്ലോ ഇവിടെ 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം. ദർശനം എന്നുള്ളതിന് 3 തരത്തിലുണ്ട്. ഒന്ന് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുക ഒരു സാധനം, അതുകൊണ്ട് മാത്രം പൂർണ്ണമാവില്ല. അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നു, ഒരു മനുഷ്യനാണെന്ന് മാത്രമേ ആദ്യം പരിചയമില്ലെങ്കിൽ തോന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ബുദ്ധി കൊണ്ട് തന്നെ ആളാണ് ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ബുദ്ധി കൊണ്ട് കാണില്ല ഒന്നുകൂടി മേലെയാ. അത് ഇന്ദ്രിയങ്ങളുള്ളത് സങ്കുചിതമായ കാഴ്ച. ബുദ്ധിയാണെങ്കിൽ കുറച്ചും കൂടി വിശാലം. അത് കഴിഞ്ഞിട്ട് ഞാൻ സമാധിസ്ഥനാകുന്നുണ്ട്. സമാധി ബുദ്ധിക്ക് മേലെ. അവിടെ വരുമ്പോൾ എല്ലാം ഒന്നാണ്. ആ ഇത് കാണും. ഇവിടെ ഈ വിശ്വരൂപ ദർശനം എന്ന് പറഞ്ഞാൽ ദർശനത്തിൻ്റെ 3 ലെവലുണ്ട്. ഒന്ന് കണ്ണുകൊണ്ട് കാണുന്നത്, 2 ബുദ്ധി കൊണ്ട് കാണുന്നത്, 3 സമാധി, ആ ബുദ്ധിനെ അപ്പുറത്തുള്ള സമാധി. അതവിടെ നിന്ന് അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. മത് അനുഗ്രഹം, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി. അനുഗ്രഹത്തിൻ്റെ കഥ എപ്പോഴും ഓർമ്മ വരണം. ഈ പ്രധാനം ഭക്തനാണ് ചെയ്യുന്നത്. അനുഗ്രഹ തുടർച്ചയായിട്ട് പിടിക്കുക. ഈശ്വരനെ മനസ്സുകൊണ്ട് എപ്പോഴും പിടിച്ചാൽ പിന്നെ അയാൾക്ക് ദുഃഖം ഉണ്ടാവാൻ വയ്യ. കാരണം ഈ അപൂർണത്തിലേ ദുഃഖമുള്ളൂ, പൂർണ്ണത്തിൽ ദുഃഖമില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഭഗവാനെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് നമ്മൾ പറയാറുണ്ട്. അനുഗ്രഹം ഉണ്ടാവണമെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിന് അത് സാധിക്കണമെന്നാണ് വാസ്തവത്തിൽ വേണ്ടത്. പലരും ധരിച്ചിട്ടുള്ളത് ഭഗവാൻ ഇങ്ങോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ്. അതല്ല, നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടതാണ്. കാരണം പൂർണ്ണതയെ പിടിച്ചാൽ പിന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. നമ്മൾ സങ്കുചിതത്തിനെ പിടിച്ചിട്ടാണ് ദുഃഖം. മതനുഗ്രഹായ പരമം ഗുഹ്യം, വളരെ ഗുഹ്യമായ അധ്യാത്മസംഹിതം, അധ്യാത്മം എന്ന് പേരുള്ള, അധ്യാത്മം എന്ന് പറഞ്ഞാൽ സ്വഭാവം പേരുള്ള യത്വയോക്തം എന്തെന്നോ അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് വചസ്തേന, ആ വാക്കുകളുണ്ട്, മോഹോയം എൻ്റെ അയം, ഈ മോഹങ്ങളൊക്കെ വിഗതോ പോയി കഴിഞ്ഞു. 18 അധ്യായം വേണ്ടി വന്നില്ല, 10 അധ്യായം പറഞ്ഞപ്പോഴേക്ക് തന്നെ മോഹം പോയി എന്നാണ് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മോഹത്തിൻ്റെ കാര്യമില്ല, ഇനി മറ്റു ചില കാര്യങ്ങൾ വിശദീകരിക്കാം.
കാരണം ഇവിടുന്ന് 11 കഴിഞ്ഞ് 12 ഭക്തി കഴിഞ്ഞാൽ 13, 14, 15 ജ്ഞാനാ പറയുന്നത്. ഈ സാമാന്യ കാര്യങ്ങളൊക്കെ വിട്ടുപോയി അവിടെ. ജ്ഞാനം 16, 17 പരിശേഷം പറയും, 18 അവസാനിക്കും ചെയ്യും. വാസ്തവത്തിൽ മരുന്ന് ആദ്യത്തെ സ്പൂണ് കഴിച്ചപ്പോൾ തന്നെ സൂക്കട് മറിയിക്കണം, ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എൻ്റെ അനുഗ്രഹത്തിനാണ് അങ്ങ് പറഞ്ഞതുകൊണ്ട് എൻ്റെ മോഹമൊക്കെ തീർന്നു. എന്നാൽ പിന്നെ ഇനി എന്താ വേണ്ടത്? എന്നാൽ ഇനിയൊന്നും വേണ്ട, കഴിഞ്ഞൂല, അതില്ല. ഭവാപ്യയോഹി ഭൂതാനാം ശ്രുതോ വിസ്തരശോ മയ ത്വത്ത കമലപത്രാക്ഷ മാഹാത്മ്യമപി ച അവ്യയം. ഭവം അപ്യയം, ഉണ്ടാവലും ഇല്ലാതെവരും. ഹി ഭൂതാനാം, ഭൂതം എന്ന് വെച്ചാൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം, ഭവിക്കുക. ഈ പ്രപഞ്ചം മുതൽ ബ്രഹ്മാവടക്കം ഭൂതാണ്, ഉണ്ടായതാ, ഉള്ളതല്ല. അതൊക്കെ അങ്ങയിൽ നിന്ന് വിസ്തരിച്ച് കേട്ടു ഞാൻ. ഇപ്പോൾ 10 പേരിൽ പറഞ്ഞപ്പോൾ ഇത് ധാരാളം കേട്ടു കഴിഞ്ഞു. ത്വത്ത കമലപത്രാക്ഷ, കമലപത്രം നല്ല താമരപ്പൂവുകളുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ താമരപ്പൂവിനും കണ്ണിനും ചിലർ അതിൻ്റെ നല്ല നീളമുള്ള കണ്ണെന്ന് എടുക്കുക, അതല്ല, ഒട്ടലില്ലാത്തത് അല്ലെങ്കിൽ സമത്വം കാണുന്നത് പത്ര അക്ഷം. നമുക്ക് നമ്മുടെ കണ്ണ് അങ്ങനെയല്ല. നമ്മൾ ദ്വൈതം, നല്ലത് ചീത്ത, ഗുണം ദോഷം ഇതൊക്കെ കാണുക. അപ്പോൾ നമ്മുടെ കമലപത്രമല്ല നോക്ക്. കാരണം നമ്മുടെ ബ്ലോട്ടിംഗ് പേപ്പർ വരിക, അതിലത്ത് വേണ്ടത് മാത്രം അപ്പുറത്തത്, ഇതതില്ല. കമലപത്രാക്ഷ മാഹാത്മ്യം വെച്ച അഭ്യം, നശിക്കാത്തമായ അങ്ങനെ മാഹാത്മ്യം. മഹത്ത് എന്നുള്ളതാണ് ഈ മാഹാത്മ്യം വരുന്നത്. വളരെ വലുത്, അല്ലെങ്കിൽ ഏറ്റവും വലുത്. മഹത്വം എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവിന് ഹയസ്റ്റ്. അതെങ്ങനെയാണ് അവ്യയാണ്, ഒരിക്കലും തീരില്ലല്ലോ. അത് അങ്ങനെ കേട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ വേണം. കാര്യം എനിക്ക് മനസ്സിലായി. ഇനി മോഹമില്ല. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഏവമേതദാധ്യത്വം ത്വമാത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. ഏവമേതൽ യഥാർത്ഥ, ഇത് എങ്ങനെയാണോ അങ്ങ് പറഞ്ഞത്, അർത്ഥ ചാ പറയാ. എങ്ങനെയാണ് പറഞ്ഞത്? അത് അങ്ങനെ തന്നെയാണ് ചാ അങ്ങ് പറഞ്ഞതൊക്കെ പരമാർത്ഥാണ്, സംശയമില്ല. ആത്മാനം പരമേശ്വര, പരമാത്മാവായ ഈശ്വരനാണ് ആത്മാവ് വേണമെങ്കിൽ. ഞാനിപ്പോൾ എന്ത് വേണം? ഇതുവരെ പറഞ്ഞുകൊണ്ട് കേട്ടല്ലേ ഉള്ളൂ. നമുക്ക് 3 കാര്യം വേണം. ആദ്യം കേൾക്കണം, പിന്നെ കഴിഞ്ഞാൽ കാണണം, അത് കഴിഞ്ഞാൽ അനുഭവിക്കണം. എന്നാലേ മുഴുവനേ ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ പറ്റിയിട്ട് കേട്ടു, അത് കണ്ടാൽ വരാ ഭക്ഷണ സാധനങ്ങളൊക്കെ കാണണം, അത് കഴിഞ്ഞാൽ ഭക്ഷണം എടുത്തിട്ട് നമ്മൾ അനുഭവിക്കും വേണം. അപ്പോഴേ ഭക്ഷണത്തിൻ്റെ 3 ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വേണം? അങ്ങ് പറഞ്ഞത് കേട്ടു, കാര്യം മനസ്സിലായി. ഇനി അതൊന്ന് അനുഭവിക്കുക വെച്ചാൽ, കാണുക കൂടെ വെച്ചാൽ, കാണും കൂടെ ആകുമ്പോഴാണ് പൂർണ്ണത വരുള്ളൂ. അതിനാണ് അത് കാണുന്നത്. ദൃഷ്ടുമിച്ഛാമിത രൂപം ഐശ്വര്യം പുരുഷോത്തമ, അങ്ങയുടെ ആ രൂപം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ വിശദീകരിക്കണമെങ്കിൽ കുറേ പറയാൻ പറ്റിയേക്കാം. അതുകൊണ്ട് അത്രയൊന്നും ആവശ്യമില്ല. കാര്യം എന്താണ്? ഇവിടെ കൊണ്ടുപോകാൻ വന്ന് ചേർന്നത് ഭഗവാന്റെ ആ വിശ്വരൂപവും കൂടി കാണുമ്പോൾ പൂർണ്ണതയും. അർത്ഥങ്ങളൊക്കെ കുറെ കേട്ടിട്ടെങ്കിലും അത് നമ്മൾക്ക് നേരിട്ട് അനുഭവം കാണുക. ഇപ്പോൾ കാശി എന്നുള്ള പട്ടണമുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിത്രം നോക്കിയിട്ടുണ്ട്, കുറേയൊക്കെ മനസ്സിലാവും നോക്ക്. അതുകൊണ്ട് കാര്യമില്ല. കാശിയിൽ ചെന്ന് ആ മുഴുവൻ സ്ഥലം കണ്ടാൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. വളരെ വിനയത്തോടു കൂടിയാണ് അർജുനൻ പറയുന്നത്. അങ്ങനെ പറയണമല്ലോ, ഭക്തനാണല്ലേ. മന്യസേ യതി തച്ഛക്യം മയാ ദൃഷ്ടും ഇതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനം അവ്യയം. മന്യസേ, അങ്ങ് വിചാരിക്കുന്നു എങ്കിൽ, എന്തൊന്ന്? എനിക്ക് അത് കാണാനുള്ള യോഗ്യത ഉണ്ട് എങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട. കാരണം യോഗ്യത ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അപകടം ഉണ്ടാക്കും. അത് വേണ്ട. അങ്ങ് എനിക്കത് കാണുന്നതിന് എനിക്ക് യോഗ്യത ഉണ്ട്, അല്ലെങ്കിൽ അതൊരു കർത്തവ്യം സാധിക്കണ പോലെയാണെങ്കിൽ, മയാ ദൃഷ്ടും ഇതി പ്രഭോ. പ്രഭു വെച്ചാൽ എല്ലാം ചെയ്യാൻ കഴിയുന്നവന് ആണ് പ്രഭു. പ്രഭുത്വം എന്നുള്ളതിൻ്റെ പേര് എല്ലാം ചെയ്യാൻ സാധിക്കുക. അധികം ഒരു മഹാപ്രഭുവാണ്, എന്തും സാധിക്കുന്നവരാണ് പ്രഭു. അങ്ങനെയാണ് യോഗേശ്വരനാണ്. യോഗം തന്നെ വളരെ വലുതാണ്. യോഗം വെച്ചാൽ സമത്വം. അതിൻ്റെ ഈശ്വരനാണ്.
യോഗേശ്വര തതോ മേ ത്വം ദർശയ ആത്മാനം അവ്യയം. അങ്ങയുടെ അവ്യയം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണല്ലോ, അപരിമിതം. അത് എങ്ങനെയാണത്? ആത്മാനം, ആത്മാവ് എന്ന് പറഞ്ഞത് ഞാൻ അല്ലെങ്കിൽ ഈശ്വരനും, ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ്. ഈശ്വരൻ്റെ തന്നെ ഒരംശമാണ് ഞാൻ. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഒരു സമുദ്രവും ഒരു തുള്ളി വെള്ളവും ഒന്ന് തന്നെയാണ്. സമുദ്രം അത് വളരെ വിശാലമാണ്, അതിൻ്റെ ഒരു അംശമാണ് വെള്ളം. ഈ വെള്ളത്തിലുള്ള എന്തുണ്ടോ അതൊക്കെ തന്നെ സമുദ്രത്തിലുള്ളൂ. അല്ലെങ്കിൽ സമുദ്രത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സമുദ്രത്തിൻ്റെ ഘടകം. സമുദ്രത്തിലെന്തുണ്ടോ പറയുന്നത്, സമുദ്രത്തിൽ പല ജീവികളൊക്കെ ഉണ്ട്. അതല്ല, സമുദ്രം ഏതൊരു വസ്തുക്കളെ കൊണ്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേ വസ്തു കൊണ്ട് തന്നെയാണ് ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത്. അവയ്ക്ക് യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ അതുപോലെ ജീവനും പരമേശ്വരനും ഇല്ല, ഒരു വ്യത്യാസമില്ല. ഒന്ന് പരിമിതം എന്ന് തോന്നുക, പരിമിതമില്ല, പരിമിതമായ അല്ലല്ലോ, പരിമിതം തോന്നുക. നമുക്ക് അതൊന്ന് വിട്ടു തിന്നോന്ന് തോന്നില്ലേ. വാസ്തവത്തിൽ ഈ സമുദ്രവും ഒരു തുള്ളി വെള്ളം നിന്നും കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്, അതിന് പേര് ജലതത്വം എന്നാണ് പേര്. ആ ജലതത്വം ഇതിൻ്റെ രണ്ടിൻ്റെയും വില. ആകാശതത്വം, വായുതത്വം, അഗ്നിതത്വം, ജലതത്വം, ഭൂമിതത്വം. ഇപ്പോൾ ഭൂമിതത്വം എന്ന് പറഞ്ഞാൽ ഈ കട്ടിയായ വസ്തു എന്നർത്ഥം. അവിടെ ഗുണം ഖനാണല്ലോ, അതിൻ്റെ മണമാണ്. അതാ പറയുന്നത്. അത് അങ്ങനെയുള്ളതെന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറയാം. അപ്പോൾ ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പശ്യ കാണൂ. ആര്? എന്ത്? മേ എൻ്റെ. ഹേ പാർത്ഥ രൂപാണി. നോക്കൂ, രൂപം എന്ന് പറയുമ്പോൾ എന്തോന്ന് വെച്ചാൽ ഭാഗൈ അല്ലെങ്കിൽ സങ്കുചിതൈ രൂപങ്ങൾ. ഭഗവാൻ ശരിക്കും രൂപ. ഇപ്പം ഇവിടെ കാണുന്നത് ഭഗവാന്റെ എല്ലാ രൂപങ്ങളും കാണപ്പെടുകയാണ്. രൂപങ്ങൾ അസംഖ്യമായിട്ടും അവ സങ്കുചിത. ആ വ്യത്യാസം. രൂപം എന്ന് പറഞ്ഞാൽ സങ്കുചിതൈ. എത്ര വലിയ ഇപ്പോൾ ഈ വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ രൂപമാണ്. അതും കൂടിയും പൂർണ്ണല്ല, അതിൻ്റെയും മേലെയാണ്. രൂപാണി ശതശോധ സഹസ്രശ, ആയിരക്കണക്കിനുള്ള എൻ്റെ ഈ രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ നാനാവിധാനി. ശരിക്കും കുറച്ച് മലയാളം ശ്രദ്ധിച്ച് വായിച്ച ആൾക്ക് ഗീത വായിക്കാൻ അത്ര പ്രയാസമില്ല. നാനാവിധാനിച്ച പല വിധത്തിലുള്ള ദിവ്യാനി. എന്താ ദിവ്യങ്ങൾ? ദിവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശസ്വരൂപം എന്നർത്ഥം. ദിവ് എന്നുള്ളതിന് പ്രകാശം എന്നർത്ഥമുണ്ട്, കളി എന്നൊക്കെ അർത്ഥമുണ്ട്. ആ ദിവ്യങ്ങളായിട്ടുള്ള എൻ്റെ ഈ രൂപങ്ങൾ കാണൂ. വർണ്ണങ്ങൾ, ആകൃതികൾ. കാരണം ഇതൊക്കെ സങ്കുചിതമാണ്. വർണ്ണങ്ങൾ, ആകൃതികൾ, ഇതൊക്കെ സങ്കുചിതമാണ്. ആ പൂർണ്ണത്തിൽ ഇതൊക്കെ ഇന്ന് നിങ്ങൾ കാണൂ എന്ന് പറയാം. എന്തൊക്കെയാണത്? പശ്യാദിത്യൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥ ബഹുന്യ ബഹുന്യ അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഭാരത. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ഈ സൂര്യനല്ല, അത് ആദിത്യന്മാർ. കാരണം ഓരോ മാസത്തിനും ഓരോ ആദിത്യനുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ 12 ആദിത്യന്മാർ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ആദിത്യന്മാരെയൊക്കെ കാണും. ആദിത്യാൻ ആദിത്യാൻ വസൂൻ, വസുക്കൾ. ഈ കഴിഞ്ഞ പോയി പറഞ്ഞിട്ടുണ്ട് വസുക്കൾ, അഷ്ടവസുക്കൾ എന്നൊക്കെ അല്ല. ആ വസുക്കൾ. രുദ്രന്മാർ, അശ്വിനി ദേവന്മാർ ഈ മൂക്കിൻ്റെ ആളുകളാണ് അവർ. 2 അശ്വിനി ദേവന്മാർ. മരുത, കാറ്റ്, അവരെയൊക്കെ തഥാ ബഹുന്യ എന്താണ് അദൃഷ്ടപൂർവാണി, ഇതിന് മുമ്പ് കാണാത്ത പലതും ഇപ്പം നിങ്ങൾ കണ്ടോളൂ. പശ്യ ആശ്ചര്യാണി, ഇതൊക്കെ ആശ്ചര്യങ്ങളാണ്. എന്താ ആശ്ചര്യം എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറക്കാതിരിക്കാൻ പിന്നെയും പറയണം. ഈ അല്ല, ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമായത്. രണ്ടുണ്ടെങ്കിൽ ആശ്ചര്യമല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ താജ്മഹൽ എന്ന് പറഞ്ഞാൽ അതിനൊരു മഹാശ്ചര്യമായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ അതുപോലെ ഒരു കെട്ടിടമില്ല. അങ്ങനെ അതാണ് ആശ്ചര്യവും അത്ഭുതമൊക്കെ തന്നെ. ആശ്ചര്യവും അത്ഭുതം തന്നെ. ഒരു 5 താജ്മഹൽ വേറെ പണിതുവരിക്കുക. അപ്പോൾ അതിന് അത്ഭുതം എന്ന് പറയില്ല, അതിന് ശവകുടീരനായി വരും.
ഇപ്പോഴും ശവകുടീരാണ്. പക്ഷെ അതുപോലൊരു ശവകുടീരം ഇല്ലാത്തതുകൊണ്ട് മറ്റേനൊക്കെ ശവകുടീരം പറഞ്ഞാലും ഇതുപോലെ ശവകുടീരം ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ അത്ഭുതമാണ്, ആശ്ചര്യമാണ് എന്ന് പറയണേ. പക്ഷെ ആശ്ചര്യാണി ഭാരത എല്ലാം കാണും. ഏകൈകസ്ഥം ജഗൽകൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുണാകേശ യച്ചന്യ ദ്രഷ്ടുമിച്ഛസി. ഈഹൈക ഇവിടെ തന്നെ സ്ഥം ച ഇരിക്കുന്ന ജഗൽ കൃഷ്ണം, കൃഷ്ണം ച പൂർണ്ണം, ജഗത്ത് മുഴുവനും കണ്ടോളൂ. പശ്യാദ്യ സചരാചരൻ, ചരങ്ങളും അചരങ്ങളും, ഇളകുന്നതും ഇളകാത്തതും. വാസ്തവത്തിൽ എനിക്കൊരു ഇത് തോന്നാറുണ്ട്, ഇളകാത്ത ഒരു സാധനത്തിനെ കാണുക. കാരണം ഇളകാത്തതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ മേശ ഇളകണില്ല, അതുകൊണ്ട് കാര്യമില്ല, അത് ഇളക്കാലോ. അചരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇളകാത്തതാ, അതിനെ കാണുകയല്ലോ. കാരണം രണ്ടാമതുണ്ടെങ്കിലല്ലേ കാണുവയ്ക്കൂ. സർവത്ര നിറഞ്ഞത് മാത്രമേ ചരിക്കാത്തതുള്ളൂ. അത് ഭഗവാനാണ്. ആ ഭഗവാനെയും കണ്ടോളൂ എന്ന് പറഞ്ഞവിടെ. അതിനെയും കാണാച്ചാൽ നമുക്ക് അതിനെ മനസ്സിലാക്കുക. ഈ ഇളകുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇളകുന്നത് ഇളകാതെ ഒന്നുണ്ടാവേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ആചാര്യത്തിനെ കാണാൻ. ചരത്തിനെ കാണുന്നത് മനസ്സിലാക്കാം. ആചാര്യത്തിനെ കാണാൻ എങ്ങനെയാണത്? ഇപ്പോൾ തീവണ്ടി ഓടുകയാണ്, നമ്മൾ റെയിൽ ഒക്കെ കാണുന്നുണ്ടെങ്കിലും ആ വണ്ടി ഓടുന്നത് പ്രധാനം കാണുന്നത്. ഇളകാത്ത ഒരു റെയിൽ, ഓടാത്ത റെയിൽ ഉണ്ടാകുമ്പോഴാണല്ലോ ഒന്ന് ഓടാൻ സാധിക്കുന്നത്. അപ്പം പക്ഷേ തീവണ്ടി കാണുമ്പോൾ നമ്മൾ ചരവും ആചാരവും കാണുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള വെച്ചാൽ ഭൂമി തന്നെ തിരിയണു, പക്ഷെ അത് നമ്മൾ കാണുന്നില്ലല്ലോ. നമുക്കിപ്പോൾ ഭൂമി നിശ്ചലമായിട്ട് നിൽക്കണമെന്നാണ് നമ്മൾ തോന്നുന്നത്. പിന്നെ നമ്മൾ അറിയണത് ഈ സൂര്യൻ്റെ ഉദയവും അസ്തമനമൊക്കെ കണ്ടിട്ട് വേണം ഇതിനിങ്ങനെ തിരിച്ചിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. മമദേഹേ ഗുഡാകേശ യച്ചാന്യ ദ്രഷ്ടും വിശ്വസി, എന്തെല്ലാം കാണണോ അതെല്ലാം കണ്ടോളൂ പറയാം. നതു മാം ശക്യസേ ദ്രഷ്ടും അനേന സ്വചക്ഷുഷ ദിവ്യം ദദാതിമേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. ഇത് കാണാൻ ഇപ്പം നമ്മുടെ ഈ കണ്ണുണ്ടല്ലോ, അതുകൊണ്ട് കാണുക. ഇത് മാത്രമല്ല, പലതും നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കുട്ടിക്ക് രാമായണം എടുത്തപ്പോൾ പറഞ്ഞേ, രാമ എന്ന് പറയുമ്പോൾ രാ എന്ന് പറഞ്ഞ ഒരു പ്രകാശം ഉണ്ടാവുന്നു, മ എന്ന് പറയുമ്പോൾ അടയ്ക്കുമ്പോൾ ഉള്ളിലുണ്ടാവുന്നു. അങ്ങനെ അത് കുറേ കഴിയുമ്പോൾ ഉണ്ടാവുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാനത് വേറൊരു കുട്ടിയോട് പറഞ്ഞപ്പോൾ അവർ ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഇങ്ങനെ രാ എന്ന് പറയുമ്പോൾ ഒരു അഗ്നി ഉണ്ടാവുക, ഉണ്ടാണ്ടിരിക്കുക, മാ എന്ന് ഇല്ലാണ്ടാവുക, എന്തൊക്കെയാണ് താൻ പറയണ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുത്തു, നമുക്കൊക്കെ ബുദ്ധിമുട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന്. നമ്മുടെ വിചാരം നമ്മളുടെ കാണുന്നതുകൊണ്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ചിരിക്കുക. അല്ല എന്നുള്ളതിന് പറയാൻ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു തുള്ളി വെള്ളം എടുക്കുക, എന്നിട്ട് മൈക്രോസ്കോപ്പ് തന്നെ വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ അതിലൊരു 50 പുഴുക്കളുണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ. നമ്മുടെ കണ്ണോട്ട് കാണില്ല വെച്ചിട്ട് അത് ഇല്ലയെന്നുണ്ടോ? ഇല്ലല്ലോ. അതുമാതിരി ടെലസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ നമുക്ക് പല നക്ഷത്രങ്ങൾ അടുത്തുള്ളതായിട്ട് കാണും. അപ്പോൾ നമ്മുടെ കണ്ണിന് കാണാനുള്ള കഴിവ് കുറവാണ്. അതുമാതിരി നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള കഴിവ് വളരെ പരിമിതമാണ്. മഹർഷിമാർ ഇവിടെ എല്ലാ സാധനവും, ഒരു ആലിൻ്റെ വിത്തിൻ്റെ ഉള്ളിൽ ഈ ആലൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയും ബുദ്ധിയാവുക, പക്ഷേ കാര്യമാണ് അങ്ങനെയാണല്ലോ, സാധനമില്ലേ ഇത്. പക്ഷേ ആൾക്ക് എന്തുണ്ട്, അവർക്ക് നമുക്കൊക്കെ സാധാരണ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പരിചയമില്ലാത്തതുകൊണ്ട് എന്താ പറഞ്ഞു ശല്ലിക്കുക. അല്ല, അപ്പോൾ നമുക്ക് തന്നെ ഒരു ഭ്രമമായി. ഈ വിശദീകരിച്ച് ശാസ്ത്രപരിചയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ആറ്റമിൽ 3 ശക്തികൾ ഇങ്ങനെ തിരിയണു പറയും. ഇതൊക്കെ എല്ലാവരും പറയും, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആകാൻ തിരിയാണ് എത്ര ഇതിനൊക്കെ വന്നു. ചോദ്യം എൻ്റെ പ്രശ്നം അതല്ല, അതുവരെ എത്തിയിട്ടുള്ളൂ. ആരാ അത് തിരിക്കണ്? അത് സ്വയം തിരിയേ, അങ്ങനെ വയ്യ. കാരണം സ്വയം തിരിയണമെങ്കിൽ അതിന് ബോധം ഉണ്ടാവണം. ബോധമില്ലാണ്ട് വയ്യ. ഈ ആറ്റം എന്നുള്ളത് ബോധമില്ലാത്ത അവസ്ഥ. കാരണം അത് ഒരു പദാർത്ഥ, അല്ലാണ്ട് അത് മാത്രമല്ല എനർജി തന്നെ ഒരു പദാർത്ഥ അല്ലേ. ആ എനർജി ആരറിയും? അറിയണുള്ളത്. ഇപ്പോൾ ശാസ്ത്രം അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ആരതൊക്കെ ചെയ്യണത്? വാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഒരാൾ വൈൻഡ് ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വാച്ചാണെങ്കിലും അതിൽ ഒരു ബാറ്ററി വെക്കണം. ആ ബാറ്ററി വെക്കുമ്പോൾ ആ ബാറ്ററി ഉണ്ടാക്കുന്ന ഒരാൾ വേണം, ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അയാളാണല്ലോ ഇതിൻ്റെയൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ ഇതിനെ മുഴുവൻ ആരാ നോക്കണത് എന്നുള്ളത്
എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ സാധാരണ ഈ അധ്യാത്മത്തിൽ അമ്പലത്തിൽ പോവുക തൊഴുക ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ചിന്തയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും പരിചയമില്ല. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അവർ കുടുങ്ങി പോവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈശ്വരൻ ഇല്ല എന്നുകൊണ്ട് പറയുള്ളൂ. എന്താ അതിന് കാരണം? അതയാൾക്കില്ല. ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്താ കാരണം എന്ന് നമ്മൾ പറയുവാണേ. ഇനിയും ഈശ്വരൻ ഉണ്ട്, അതിനെന്താ കാരണം ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പറയണം. പറഞ്ഞില്ല വെച്ചാൽ അതൊക്കെ ചെറിയ വരും. ഞാൻ ചോദിക്കുന്നത് ഈശ്വരൻ ഇല്ല എന്നുള്ളതെന്താ? അപ്പോഴായാലും ആലോചിക്കണം, ഇല്ല എന്ന് പറയുന്നതിന് വേണം ഒരു കാരണം. അത് ആലോചിച്ചിട്ടില്ല ആൾക്ക്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് വരും. കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഈശ്വരൻ ഉണ്ടോ ചോദിച്ചപ്പോൾ ശാസ്ത്രജ്ഞനാകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. വളരെ ശരിയാ. ഉണ്ടോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ രണ്ടാമത് പറഞ്ഞപ്പോഴാണ് ശാസ്ത്രജ്ഞനായത്. മറ്റത് നിങ്ങളൊക്കെ ഈശ്വരല്ല പറഞ്ഞത്, ശാസ്ത്രജ്ഞൻ എന്നല്ലേ പറഞ്ഞത്, നിങ്ങളെ വിഡ്ഢി എന്നാ പേര് പറഞ്ഞത്. ഒന്നൊരു വെറുതെ പറയാം. ഞാൻ എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടില്ല ചോട്ട് ഉണ്ടോ? ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്, നിഷേധങ്ങളെല്ലാം തന്നെ അവധിയോട് കൂടിയതാണ്. അവധി എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റുണ്ട്, പരിമിതിയുണ്ട് നിഷേധനത്തിനൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുവരെ അല്ല, അവിടുന്ന് അങ്ങോട്ട് സ്ഥലം ഉണ്ടെന്ന് ഉറപ്പായില്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല പറഞ്ഞാൽ സ്ഥലം ഉണ്ടെന്ന് ഉറപ്പായി. നിങ്ങൾക്ക് പ്രവേശനമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് സമുദ്രത്തിൻ്റെ അകത്ത് കൊണ്ടിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭൂമി ഇല്ല എന്ന് എഴുതി വെക്കണ്ട. കാരണം ഭൂമി ഇല്ലെന്ന്, അവിടെ വെള്ളമല്ലേ, അപ്പോൾ നടക്കാൻ പറ്റില്ലോ. അപ്പം മനസ്സിലാവുന്നില്ല എന്തൊരു ഗംഭീര. ഭാഗവതത്തിൽ പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ പറഞ്ഞിട്ടുണ്ട്, നിഷേധങ്ങളെല്ലാം തന്നെ അവധിയോട് കൂടിയാണ്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മറ്റത് ചെയ്യാം എന്നാ അല്ലേ? ഇതൊക്കെ ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ അതുപോലെ ഇപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ ആളുടെ നമുക്ക് സമ്മതമാണ്. കാരണം നിങ്ങളുടെ ബുദ്ധിക്ക് അതുവരെ പോകാൻ സാധിച്ചിട്ടുള്ളൂ, അത് സ്വീകാര്യ. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കൊണ്ട് ഈശ്വരൻ ഇല്ല എന്നല്ല പറഞ്ഞത്, എൻ്റെ ബുദ്ധിക്ക് ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടില്ല. വളരെ നല്ല കാര്യം. കാരണം അപ്പോൾ വിനയം വന്നു. മറ്റങ്ങനല്ല അഹങ്കാര. ചിലർക്കൊക്കെ അറിയാച്ചിട്ടാണ് ഈശ്വരൻ ഇല്ല നിങ്ങളുണ്ടോക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിരീശ്വരവാദി അല്പം ബുദ്ധിയുള്ളവനാണെങ്കിൽ ഈശ്വരവാദിയൊക്കെ മേക്കാമന. കാരണം അയാൾക്ക് ബോധ്യം വന്നു, എനിക്ക് അനുഭവമില്ല, ഉണ്ടോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, മറ്റേ ആൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വിഡ്ഢിയ, ഈശ്വരനെ കാണാണ്ട് ഉണ്ടോയെന്ന് പറയാം. ഈ ഈശ്വരവാദി രണ്ടും വാദിയാണ്. ഈശ്വരനും വാദിക്കുകയാണ്, നിരീശ്വരനും വാദമാണ്. ഇത് രണ്ടും വാദമല്ല, ഇതൊരു അനുഭവമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ യോഗം ഐശ്വരം ഇത് പറയാനാണ്. വളരെ വലിയാണ് ഈ യോഗം. ഈശ്വരൻ്റെ ഐശ്വര്യ ശക്തി ഉണ്ടല്ലോ, അത് എന്താണെന്ന് പറയാൻ വയ്യ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ നാമജന്മൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല അവനെ. എന്നുണ്ടേനും അത് നമുക്കറിയാം. എൻ്റെ മനസ്സും സുഖമില്ല, എൻ്റെ മനസ്സ് സുഖം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഈ മനസ്സ്? വികാൻ സ്വാമിയുടെ ഒരു ഇതിൽ ഒരാളോട് ഈ മെസ്മരിസം ഇതൊക്കെ കാണിക്കുന്ന ആളാണ്. അപ്പോൾ ചോദിച്ചു, അതൊക്കെ എന്ത് സാധിക്കും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് ആഫ്രിക്കയിലുള്ള ചില പഴങ്ങൾ അത് കുറച്ച് കിട്ടിയാൽ തിരക്കില്ല പറഞ്ഞു. ഇരിക്കൂ പറഞ്ഞ് എന്നിട്ട് അദ്ദേഹം എന്നെ അകത്തേക്ക് പോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ നോക്കിക്കോ, അപ്പടി ആഫ്രിക്കയിലുള്ള പഴങ്ങളൊക്കെ സാധനങ്ങളൊക്കെ അധികം കണ്ടെന്ന് പറയണ്. അധികം എന്തെങ്കിലും കഥ പറയുന്നില്ല. അപ്പോൾ ചോദിച്ചു അദ്ദേഹം, ഇതെന്താണെന്ന് ചോദിച്ചു. സൂത്രം പറഞ്ഞു, ഒരു പ്രയാസമില്ല പറഞ്ഞു. ഇതൊക്കെ മനസ്സിൻ്റെ പടിയാണ്. മനസ്സ് ഇതൊക്കെ ഈ ലോകം തന്നെ ഉണ്ടാക്കിയത് മനസ്സാണ്. അപ്പോൾ അതിൽ 4 പഴങ്ങൾ അവിടെ കൊണ്ടുവരാൻ വല്ല പ്രയാസമുണ്ട് വെച്ചു. ഈ ലോകത്തിനെ തന്നെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മഹാത്മാക്കൾ പലരുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് അമേരിക്കയിലായിട്ട് സംസാരിക്കാത്രേ. എന്തിന് ഈ യന്ത്രമൊന്നും വേണ്ട, ആ മനസ്സിൻ്റെ ട്യൂണിങ് അങ്ങോട്ട് ശരിയാക്കിയാൽ ഇവിടെ നിന്ന് അവിടെ പറയാൻ പറ്റും. അവസാനം പറയേണ്ടത് ഇതൊക്കെ കണ്ടുപിടിച്ചു. അന്നേരം എന്താ കാര്യം? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇനി മതിയായിട്ടാണ് വെക്കണം. ഇനി കണ്ടുപിടിച്ചാൽ ബാക്കി ഉണ്ടാവില്ല, ലോകം പോലും. അതെ, കണ്ടുപിടിക്കേണ്ടത് എന്താ, ആരാ ഞാൻ എന്നാ കണ്ടുപിടിക്കേണ്ടത്. അത് മാത്രം കണ്ടിട്ടില്ല. എന്നിട്ട് മറ്റവൻ ഉണ്ടാവുക. അപ്പോൾ അഹങ്കാരം വരെയാണ്. അപ്പം ദുഃഖവും ഈ ദേഷ്യവും ഇതൊക്കെ വരുന്നത്. ആത്മസാക്ഷാത്കാരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പ്രശ്നമില്ല.
പിന്നെ അയാൾക്ക് മോഹം ഉണ്ടാവില്ല. ഈ മോഹം വരുന്നത് ഞാൻ പരിമിതനാകുമ്പോഴല്ലേ എനിക്കത് കിട്ടണമെന്ന് വേണ്ടു, ഞാൻ പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ അധികം എന്താണ്. അപ്പോൾ ഈ യോഗേശ്വര എന്നുള്ള വാക്കൊക്കെ ഭാഗവതത്തിനും പലതിലും വരും. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, സമത എന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പരിമിതത്തെ വിടൽ. എന്താണ് ദുഃഖ സംയോഗ വിയോഗം യോഗ സംഗീതം 6 ഈ ബന്ധമില്ല. അതായത് പരിമിതമായിട്ടുള്ള ഇതിനോടുകൂടി മനസ്സിനൊരു ബന്ധമില്ലാണ്ടാവും. അപ്പോൾ വാസ്തവത്തിൽ മനസ്സില്ലേ പൂർണ്ണത അവിടെ എത്തിയാൽ സാധിച്ചു പറഞ്ഞു. ഇനി ഇത്രയും കഴിഞ്ഞിട്ട് കൺട്രോൾ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. സഞ്ജയനാണ് പറയുന്നത്. ഇനി ഏവമുക്തത്വം. ഇനി ഒരു ഭഗവാൻ ഒരു പൂജ ചെയ്യുന്ന വലിയ ഈ സഞ്ജയൻ്റെ ഒരു 4-5 ശ്ലോകം കൊണ്ട് ഒരു വലിയ പൂജ ചെയ്യുന്ന വലിയ. ഏവമുക്തോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപം ഐശ്വരം. പരമമായ രൂപം വെച്ചാൽ അവിടെ എന്തുണ്ട്, എത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോണത് വിശ്വരൂപം. വിശ്വത്തിനുണ്ട് രൂപം എന്നർത്ഥം ആണ് അല്ലേ. പരിമിതമാണെന്ന് വളരായില്ലോ. വിശ്വത്തിനുണ്ട് രൂപം. അപ്പോൾ വിശ്വത്തിൻ്റെ അപ്പുറത്ത് പിന്നെയും അങ്ങനെ കോടാനുകോടി വിശ്വം ഉണ്ടാവും അത്രേ. നമ്മളൊരു വിശ്വത്തിൻ്റെ തന്നെ ഒരു സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളും തന്നെ എത്ര വലുതാ. അങ്ങനെ കോടാനുകോടി സൂര്യന്മാർ നക്ഷത്രമാണ്. അതൊക്കെ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഐശ്വര്യമായ ആ രൂപത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദൃശ്യം കാണിച്ചു കൊടുത്തു. പരമം രൂപം വിഷ്ണു. അതിൻ്റെ സമ്പ്രദായം അനേക വക്ത്ര നയനം. വക്ത്രം വായ, നയനം കണ്ണ്. അനേക വക്ത്ര നയനം, അനേക അത്ഭുത ദർശനം അവിടെ കണ്ണെടുക്കുക. കോടിക്കണക്കിന് മുഖങ്ങൾ, പിന്നെ നേത്രങ്ങൾ, കണ്ണ്. അതായത് ആ ഭഗവാന്റെ മുഖത്തിൽ എത്രയാണ് കണക്കില്ലാതെ. അനേകം എന്ന് പറഞ്ഞാൽ ഏകം 1, അനേകം എത്രയാണെന്ന് എണ്ണാൻ പറ്റാത്തത്. അനേകം എന്നുള്ള അർത്ഥം എണ്ണാൻ പറ്റാത്തത്, ഇൻഫിനിറ്റ്. ദിവ്യമാല്യ, ആദ്യം അതൊക്കെ കണ്ടു. ദിവ്യമാല്യ അംബരധരം, ഒരുപാട് മാല, അമ്പരങ്ങൾ വെച്ച വസ്ത്രങ്ങൾ ധാരാളം ഒഴിച്ചിട്ടുണ്ട്. ഗന്ധ അനുലേപനം, മേലൊക്കെ നല്ല നല്ല ഗന്ധമുള്ള സാധനങ്ങളൊക്കെ. അന്ന് പൗഡറാവും തോന്നുന്നില്ല. എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമില്ല ഈ പൗഡർ പറയാം. കാരണം അത് ഈ രോമത്തിലെ സുഷിരങ്ങളെയൊക്കെ അടയ്ക്കും. അപ്പോൾ വിശപ്പ് കഴിഞ്ഞാൽ നാറിയിട്ട് യാതൊരു ശനം ഉണ്ടാവില്ല. നമ്പൂതിരിയുടെ ഒരു കഥ ഞങ്ങൾ പറയാറുണ്ട്. നമ്പൂതിരിയുടെ മകള് അച്ഛനോട് തിരി പൗഡർ വേണം പറഞ്ഞു. അപ്പോൾ നമ്പൂരി അന്നൊക്കെ ഈ ഇന്നത്തെ മാതിരിയല്ല. അന്നൊക്കെ നമ്പൂരി പറഞ്ഞാൽ നല്ല മഹാത്മാക്കൾ, നല്ല പണ്ഡിതന്മാരാ. അല്ലാണ്ട് ഈ വെറുതെ ഊണിന് നടക്കുന്ന കൂട്ടരിലല്ലേ പറയുന്നത്. അപ്പോൾ പറഞ്ഞു നമ്പൂരി, മകളെ അങ്ങനെ നോക്കിയത് ആവശ്യമില്ല, നമ്മൾ 2 നേരം കുളിക്കണവരാണ്. അപ്പോൾ ഈ സുഷിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പൗഡറിൻ്റെ ആവശ്യമില്ല. ഇംഗ്ലീഷുകാരൊക്കെ പൗഡർ ഉണ്ട്, അവർ കുളിക്കില്ല. അപ്പം നാറ്റുണ്ടാവും. ആ നാറ്റം പോകാൻ വേറൊരു നാറ്റം ഉണ്ടാക്കുക. എന്നിട്ട് 2 നാറ്റം കൂടിയിട്ടൊരു പ്രത്യേക തരം നാറ്റം ഉണ്ടാവുക. വളരെ ശരിയാ. നിങ്ങൾ ഈ കുളിക്കാത്ത ആൾ പൗഡർ ഇട്ട ആളുടെ പോയാൽ മൂക്ക് പിടിക്കേണ്ടി വരും. അയ്യോ, അത് ആ ഇതും കൂടി ചേർന്ന. അപ്പോൾ അത് ആവശ്യമില്ല പറയുന്നത്. അനുലേപനം, ലേപനം എന്ന് പറഞ്ഞാൽ ചന്ദനക ലേപനം. സർവ ആശ്ചര്യമയം ദേവം അനന്തം വിശ്വതോ മുഖം. ഇവിടെ മുഖം എന്ന് പറയണം. വിശ്വത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുന്നു. ദിവ്യസൂര്യ സഹസ്രസ്യ ഭവേൽ യുഗവതുത്ഥിത. ഇനി കണ്ണിനെ പറ്റിയാണ്. ദിവ്യസൂര്യസ്യ കാഴ്ച അങ്ങനെയാണല്ലോ. അനേക സൂര്യന്മാർ ഉദിച്ചാലുണ്ടാവുന്ന പ്രഭ പോലെയുള്ള പ്രഭയാണ് കാണുന്നത്. ഭവേൽ യുഗപത് ഒപ്പം ഉത്ഥിത. ഒരുമിച്ച് ഒരു 1000കണക്കിന് സൂര്യനെങ്ങാനും ഉദിച്ചാൽ, ഒരു സൂര്യൻ ഉദിച്ചാൽ തന്നെ നമുക്ക് വിഷമമുണ്ട്. അങ്ങനെ ഉണ്ടാവുക. അതുപോലെയാണ് അത്രയും കണ്ണുകൾ കാണുന്നു. യതി ഭാ സദൃശി, ഭാച അറിയാലും പ്രകാശം, അതിന് സദൃശമായ ഭാഗം. ഭാസസ്യ ഭാസിക്കുക, പ്രകാശിക്കുക. ആ മഹാത്മാവിൻ്റെ ഇത്രയുമുള്ള രൂപം കണ്ടു. അപ്പോൾ ആദ്യം മുഖങ്ങൾ, മാല ചാർത്തൽ, ചന്ദനം ചാർത്തൽ, ഒരു പൂജ പോലെയാണ് കൊണ്ടുവന്നിട്ട് ആ മഹാത്മാവിനെ കണ്ടു എന്നൊക്കെ സഞ്ജയനാണ് പറയുന്നത്. അവിടെ മഹാത്മന
അപശ്യൽ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തത തത്രൈകസ്ഥം ജഗൽകൃഷ്ണം. അതെ, അവിടെ ഈ പറഞ്ഞ ഈശ്വരനിലെ തത്രൈകസ്ഥം ജഗൽകൃഷ്ണം, ജഗത്ത് മുഴുവനും, കൃഷ്ണം പൂർണ്ണമായ ജഗത്തും അവിടെ കണ്ടു. അപ്പോൾ ഭഗവാൻ ഈ ജഗത്തിൻ്റെ അതീതമാണല്ലോ. ഭഗവാനിൽ ജഗത്ത് നിൽക്കണമെങ്കിൽ ഇപ്പം എൻ്റെ ഇവിടെ ഒരു പൊട്ട് തൊട്ടാൽ ആ പൊട്ട് എൻ്റെ ഉള്ളിലല്ലേ കണ്ടത്, ഞാനെത്ര. അപ്പോൾ ഭഗവാൻ ഈ ജഗത്ത് മുഴുവനും ഭഗവാനിൽ കണ്ടു വെച്ചാൽ ഭഗവാൻ അപ്പോൾ അതിലും വലുതാണ്. അപ്പോൾ വിശ്വരൂപം കാണുമ്പോൾ ആ വിശ്വം എന്നുള്ള രൂപേ കാണുന്നുള്ളൂ. അതിലെത്രയോ വലുതാണ് ഈ ഭഗവാന്റെ രൂപം. ഭഗവാന് രൂപം ഉണ്ടോ പറയാൻ വയ്യ. ഏതായാലും ആ ഭഗവാനിൽ ഈ വിശ്വത്തിൻ്റെ രൂപം കാണുകയാണ്. ജഗൽകൃഷ്ണം പ്രവിഭക്തം അനേകത. വിഭക്തം വെച്ചാൽ മാറി കഷ്ണങ്ങളായിട്ട്. ഇപ്പം നമ്മുടെ തന്നെയല്ലോ ഈ 5 ഭൂഖണ്ഡങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ അനവധി ഭൂഖണ്ഡങ്ങളൊക്കെ വേറെ വേറെയായിട്ട് ഭഗവാനിൽ കണ്ടു. അപശ്യൽ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്ഥത. ആ ഭഗവാന്റെ ശരീരത്തിൽ. അപ്പോഴും നോക്കൂ, ഇവിടെയും ശരീരത്തിൽ പറഞ്ഞാൽ ആ ഭഗവാൻ പൂർണ്ണമല്ല തീർച്ചയായും. ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറയുമ്പോഴും വിശ്വത്തിനുണ്ട് രൂപം. ഭഗവാൻ എന്ന് പറയുന്നത് രൂപത്തിൻ്റെ അതീതാണല്ലോ, രൂപ അതീതല്ലേ. അരൂപൻ എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കാറുള്ളത് രൂപമില്ലാത്ത ആളെന്നാണ്. നമ്മുടെ ഭാഷയ്ക്ക് അങ്ങനെയല്ല അർത്ഥം. അരൂപം എല്ലാ രൂപങ്ങളും ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. അല്ലാഞ്ഞാൽ ഒരു രൂപവും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ മനസ്സിലാക്കുക. ഇത് പറയാൻ. അപ്പം അനന്തം എന്നുള്ളത് മനസ്സിലാവുക എന്താണ്? അന്തമില്ല എന്ന് മനസ്സിലാവുക. അതുപോലെ രൂപമില്ല, രൂപം എന്താ വെച്ചാൽ രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായി. അരൂപം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തതെന്നല്ല, എത്ര രൂപമാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റാത്തത്. അതാ വ്യത്യാസം. അതെ, മറ്റത് എത്ര ഇതൊക്കെ ശ്രദ്ധിക്കാണ്ടെയാണ് നമ്മൾ പറയണത്. നമ്മളൊക്കെ എനിക്കതിനെ പറ്റി ഒരു രൂപമില്ല, പക്ഷെ എനിക്കതിനെയൊന്നും അറിയില്ല എന്നർത്ഥം. എനിക്ക് മലയാളം, എനിക്ക് കവിത അതിനെ പറ്റിക്ക് രൂപമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ ഒരു സർക്കിളുണ്ടല്ലോ, അവിടേക്ക് ഞാൻ പോയിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല ആ രൂപം എന്നർത്ഥമാണ്. തതസ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലി രഭാഷത. ഇത് കണ്ടപ്പോൾ വിസ്മയം സ്മയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചിരിക്കുക ഇല്ലേ? അയാൾ എന്താ പറയുക, സ്ഫുരിച്ചു. സ്മയം എന്ന് പറഞ്ഞാൽ ചെറിയ നടത്തം. വിസ്മയം വെച്ചാലോ വിശേഷേണമുള്ള ചെറിയാലോ അന്തം കണ്ടിട്ട് എന്താ പത് അപ്പാന്ന് പറഞ്ഞാൽ ഒരു ഇല്ലേ നോളില്ല വല്ലാതെ കണ്ട ചെറുക്കുക എന്താ ഇങ്ങനെ ഒന്നോ എന്നിട്ട് തോന്നണമാതിരി എന്താ പറയുക. ആ ഉണ്ട് അങ്ങനെ ഹൃഷ്ടരോമ, രോമങ്ങളൊക്കെ എടുത്ത് പിടിച്ചു, രോമാഞ്ചുണ്ടായി ഇത് കണ്ടപ്പോൾ രോമ. എന്നിട്ടോ പ്രണമ്യ, അപ്പം നമസ്കരിച്ചു കൊണ്ട്. എന്നിട്ട് എങ്ങനെ ശിരസ് കൊണ്ട് ദേവം കൃതാഞ്ജലി, കൈ പൊക്കിയിട്ട് അഭാഷത. ഇത് കണ്ടപ്പോൾ അർജുനൻ അങ്ങ് നമസ്കരിക്കുക വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ എന്ന് ഉള്ള കാണിക്കാനാണ്. വിനയാണ് ഈ നമസ്കാരത്തിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈ കാർന്നമാരെയൊക്കെ നമസ്കരിക്കുന്നത്. അവരുടെ ദയാ ഇതുകൊണ്ടാണല്ലോ നമ്മൾ ജീവിച്ചതൊക്കെ. അതിൻ്റെ ഒരു ബഹുമാനം കാണിക്കലാണ് ഈ നമസ്കരിക്കണം. കീഴിലാണ് അങ്ങയുടെ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അർജുനൻ്റെ ഈ വിശ്വരൂപം കണ്ടിട്ടുള്ള വിവരണമാണ്. കുറച്ചധികം ശ്ലോകങ്ങളുണ്ട്. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാം സദാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കപലാൻ സനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ഒരു ഭാഗമായിട്ട് വരികയാണ്. പശ്യാമി, ഞാൻ കാണുന്നു. എന്ത്? ദേവാ തവ ദേവദേഹേ, അങ്ങയുടെ ആ ദേഹത്തിൽ. നോക്കൂ, അപ്പോഴും വിശ്വരൂപമായിട്ടുള്ളൂ ദേഹം കാണുന്നു ഭഗവാനെ. അപ്പോൾ പൂർണ്ണതയല്ലല്ലോ കാണുന്നത്, ഒരു സാങ്കല്പികമാണിത്. മറ്റത് ഭഗവാനെ കാണുക, ഭഗവാൻ ആവുക വയ്ക്കും. അതുപോലെ ഒന്നിനെ അറിയാൻ വയ്യ, അറിവ് ആവുക വയ്ക്കൂ. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നാ ഈ പ്രമാണവാക്കം. അറിവാണ് ബ്രഹ്മം എന്നാ, അറിയലായ ബ്രഹ്മല്ലാണ്ടി. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പശ്യാമി ദേവൻ തവ ദേവദേഹേ സർവാം സദാ ഭൂതവിശേഷസംഘാൻ. എല്ലാ തരത്തിലുള്ള ഭൂതങ്ങളെന്ന് വെച്ചാലോ ഉണ്ടായതൊക്കെ, അല്ലാണ്ട് ഭൂതം ഒരു പിശാചിൻ്റെ പദമല്ല. എന്തൊക്കെ ലോകത്തിലുണ്ടായിട്ടുണ്ടോ അപ്പോൾ ഈ
രൂപമുള്ളതൊക്കെ അതൊക്കെ വിശേഷം, എന്തെല്ലാം വിശേഷ രൂപങ്ങളുണ്ടോ അതൊക്കെ ഞാൻ അങ്ങയുടെ ഭൂമിയിൽ ഇതാ കാണുന്നു. ആരൊക്കെ കാണുന്നത്? ബ്രഹ്മാണം, ഈശം. ബ്രഹ്മാവ്, ഈശൻ, പരമേശ്വരൻ. ബ്രഹ്മാവിനെയും പരമേശ്വരനെയും, അതായത് സൃഷ്ടിയും സംഹാരവും എന്നർത്ഥം. ഈശം. കമലാസനസ്ഥം. കമല ആരാണ്? ബ്രഹ്മാവനെ. കമല താമരയിലുണ്ടായാലാണല്ലോ ഈ അവിടെ നിന്നാണല്ലോ ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി. കമലാസ്ഥം. ഋഷികളെ, അതായത് മഹാത്മാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള അവരെ സർവാൻ. ഉരകാം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ദാഗങ്ങൾ. എനിക്ക് മനസ്സിലാക്കി തോന്നിയിട്ടുള്ളത് എനർജി എന്നർത്ഥമാണ്. കാരണം നമ്മുടെ കുണ്ടലിനി ഒരു പാമ്പിൻ്റെ ആകൃതിയിലെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പണ്ടൊക്കെ ഈ പാമ്പിന് ഇതിങ്ങനെ വട്ടത്തിൽ വളരെ ശക്തിയുണ്ടല്ലോ, ഒരു സ്പ്രിങ് ആക്ഷൻ. അതുകൊണ്ടായിരിക്കണം ഈ ഉരകാൻ എന്ന് പറഞ്ഞാൽ ഒരു പലതരം കുണ്ടലിനി ശക്തികൾ. ഉരകാംശ ദിവ്യാൻ, ദിവ്യങ്ങളായ, അല്ലാണ്ട് പാമ്പാണെന്ന് തോന്നുന്നില്ല. പാമ്പിനുള്ള ആ ശക്തി. അനേക ബാഹുദര ഭക്തർ നേത്രം, വളരെയധികം കൈകൾ, കണ്ണുകൾ. പശ്യാമിത്വം സർവതോ അനന്തരൂപം, അനന്തമായ രൂപം. അതായത് ഇവിടെയൊക്കെ അത്ഭുതമാണ് ഈ കാണിക്കുന്നത്. എങ്ങനെയത് പറയണതെന്ന് ശരിയാ അദ്ദേഹത്തിന്, എന്നാലും എന്തൊക്കെയോ അങ്ങനെ കാണുക. കാരണം പൂർണ്ണത എത്തിയിട്ടുമില്ല, സങ്കുചിതട്ടല്ലേനും. ആ അങ്ങേപ്പുറത്തും എത്തിയിട്ടില്ല, ഇങ്ങോട്ട് കീഴ്പ്പെട്ടില്ല. അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് എന്തെന്നില്ലാത്ത ഒരു രസമൊക്കെ തോന്നാം. ഈ രസമൊക്കെ കഴിഞ്ഞിട്ട് തിരി കഴിഞ്ഞാൽ രസത്തിൻ്റെ അപ്പുറത്തെത്തും. അവിടെ പിന്നെ നിങ്ങൾ നിശബ്ദനായി, ശാന്തനായി. കാരണം മനസ്സ് എന്ന ആ ശക്തി തീരെ നിങ്ങളിൽ അങ്ങോട്ട് ലയിച്ചു, അതായത് ബ്രഹ്മത്തിൽ. അപ്പോൾ രണ്ടില്ല. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്. നാന്തം ന ചമധ്യം ന പുനസ്താദ്യം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. നല്ല നല്ല പദങ്ങൾ. ന അന്തം, അവസാനമില്ല. ന മധ്യം ഇല്ല. പുന ന ആദി. പറഞ്ഞല്ലോ, സ്ഥലത്തിന് ദേശകാല നിമിത്തങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യനുണ്ട്. അതിൽ ഇവിടെ ഈ പറഞ്ഞ ന അന്തം ന മധ്യം ന പുന ആദി, ദേശത്തിനെ പറ്റിയേ പറഞ്ഞു. ദേശത്തിന് ഏതിപ്പോൾ ഗുരുവായൂർ എവിടുന്നാ തുടങ്ങുക? മധ്യഭാഗം എവിടെയാണ്? ക്ഷേത്രം നിൽക്കണം വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചുറ്റാട്ടുകര വരെ വയ്ക്കുക, അവസാനം. അങ്ങനെ ചില നിയമമുണ്ട്. ഇത് ഇവിടെ കാണുന്നതിന് ആദ്യമില്ല, മധ്യമില്ല, അവസാനമില്ല. കാരണം അത്രയും വിപുലമാണ്. അപ്പം ഈ സങ്കുചിതത്തിനല്ലേ തുടക്കവും മധ്യവും അവസാനവും, അതില്ല. പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ, രണ്ട് അസ്വൽ വാക്കുകൾ. അങ്ങ് വിശ്വരൂപനാണ്, അതായത് അങ്ങയുടെ രൂപം എന്നുള്ളത് തന്നെയാണ് വിശ്വം. ആ മാത്രമല്ല, അതിൻ്റെ ഈശ്വരനും അങ്ങേന്ന് വിട്ടതല്ല ഈ രൂപേ. വിശ്വേശ്വരനുമാണ്, വിശ്വരൂപനുമാണ്. നമ്മളൊക്കെ നമ്മൾ ഈ ശരീരം നമ്മുടെ രൂപമുണ്ട് ഉണ്ടല്ലോ, പക്ഷെ അതിൻ്റെ ഈശ്വരനല്ല നമ്മൾ. ശരീരം നമ്മൾ പറഞ്ഞ ഒന്നും കൂട്ടാക്കില്ല, അതിൻ്റെ പാട്ട് പോവും അല്ലേ. ഇപ്പം അങ്ങനെയല്ല. ഭഗവാൻ എങ്ങനെയാണ് പറഞ്ഞാൽ അതുപോലെ നടക്കും ഈ വിശ്വം. അപ്പം നമ്മുടെ ശരീരത്തിന് ആ ശക്തി ഉണ്ടെങ്കിലും വാസൽ നമ്മൾ എന്താ പറഞ്ഞു വെച്ചാൽ കേൾക്കും. പിന്നെ ജീവിതത്തിൽ ഈ ആസ്പത്രിയായിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. നമ്മളൊന്ന് പറഞ്ഞതും ഈ ശരീരം കൂട്ടാക്കില്ല. കാരണം എൻ്റെ ശരീരം എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. കാരണം എൻ്റെ ശരീരമാണെങ്കിൽ ഞാൻ പറഞ്ഞ വല്ലതും കൂട്ടാക്കണ്ടേ. ഞാൻ പറഞ്ഞത് യാതൊന്നും കൂട്ടാക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഈ ശരീരം അത് പറ്റുന്ന അതിലൊക്കെ മേലെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞാൽ, അതിൽ ലെവലേശം ഞാൻ പറഞ്ഞു കൂട്ടാക്കില്ല. അപ്പോൾ നമുക്ക് വിചാരം ഞാനാ ശരീരം, ഞാനാ മനസ്സെന്നാ. അതല്ല, ഞാൻ മനസ്സുമല്ല. ഞാൻ അങ്ങനെ നമ്മൾ പറയാറുള്ളൂ, എൻ്റെ ശരീരം എൻ്റെ മനസ്സെന്നല്ലാണ്ട് ആരെങ്കിലും പറയണം ഞാൻ ശരീരത്തിന് സുഖമുണ്ടെന്നോ അല്ലെങ്കിൽ സുഖമില്ലാന്നൊന്നും പറയാറില്ല. ഞാൻ ശരീരമല്ലല്ലോ. ഇതേ അങ്ങനെയില്ല. വിശ്വേശ്വരനുമാണ്, വിശ്വരൂപനുമാണ്. ഇതൊക്കെ പ്രയാസമില്ല. കിരീടം ഒക്കെ നമ്മുടെ സാമാന്യ ആളുകൾക്ക് മനസ്സിലാക്കുന്ന ഇത് വെച്ചിരിക്കുകയാണ്. ഭഗവാൻ അങ്ങനെ കിരീടം വെച്ചിട്ടോ എനിക്ക് തോന്നുന്നില്ല. അല്ല, മനസ്സിലാക്കാൻ ഇതൊരു രസികത്വമാണ്. കിരീടം, ഗദീനം, ഗത കയ്യിലുള്ളത്, ചക്രിണം ഈ 4 ആയുധങ്ങളായിട്ടാണ് ചതുർഭുജമായിട്ട് കാണുമ്പോൾ. ഗദ, പത്മം, ചക്രം, ശംഖ്, ഇങ്ങനെ വിചാരിക്കാറുള്ളത്. എന്താ അത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു രൂപകമാണ്.
ഗത എന്ന് പറഞ്ഞാൽ അമർത്തുന്നത് അർത്ഥം എല്ലാവരുടെയും. അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ അമർത്തണ ശക്തിയിലാവണം. മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആമയെ പോലെ ഉണ്ടല്ലോ, അതിനെല്ലാം അമർത്തും. അതിനാണ് പ്രതീക ഗത. അങ്ങനെ ഇന്ദ്രിയങ്ങൾ മുഴുവനും ഒതുക്കി കഴിഞ്ഞാൽ മനസ്സ് ഒട്ടലൊന്നും ഉണ്ടാവില്ല. പത്മപത്രമിവാംബസ എന്നുണ്ട്, അതാണ് പത്മം. അപ്പോൾ ആദ്യം വേണ്ടത് ഇന്ദ്രിയങ്ങളെ ഒതുക്കണം. അപ്പോൾ മനസ്സ് എങ്ങനെയായി ഒന്നിലോടും ഒട്ടലില്ല. അപ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ആ നിലയ്ക്ക് പേരാണ് സുദർശനം. അതൊരു ചക്രല്ല, നല്ല ദർശനം. അങ്ങനെയാണ് സുദർശനം കൊണ്ട് ആരെങ്കിലും കൊന്നാൽ അവർക്കൊക്കെ മോക്ഷ. ഇപ്പം നമ്മുടെ കണ്ണൊക്കെ നമ്മുടെ സുദർശനമില്ല, നമുക്ക് കുദർശനമുള്ളത് വേണ്ടാത്തതൊക്കെ കാണുക, അങ്ങനെയല്ലോ. നമുക്ക് സുദർശനമില്ല, ആ സുദർശനം അത് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എല്ലാം ഒന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓങ്കാരായി ഇതുകൊണ്ട് അതിനാണ് ശംഖ്. ഇങ്ങനെ അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിരിക്കുകയല്ല എന്ന് പലതും പറയാം. ആദ്യം ഇന്ദ്രിയ നിഗ്രഹം, അപ്പോൾ ഒട്ടലില്ലാത്ത പത്മം, അപ്പോൾ സുദർശനം, അപ്പോൾ ഓങ്കാരം, പൂർണ്ണത. ഇതാണ് വിഷ്ണു. അതിവിടെ കാണുമെന്ന് പറയണം. കിരീടിനം ഗതിനം ഗത ചക്രിണം ച തേജോരാശിയും സർവതോ ദീപ്തമന്തം. എല്ലാ ദിക്കിലും പ്രകാശിക്കുന്ന ദീപ്തമന്തമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം കാണുന്നു. പശ്യാമി ത്വം ദുർനിരീക്ഷം സമന്താൽ ദീപ്താനലാർക്കദ്യുതം അപ്രമേയം. ഞാൻ കാണുന്നു എന്ന് ദുർനിരീക്ഷം, നോക്കാൻ പറ്റുന്നില്ല. നമുക്ക് തന്നെ വളരെ നല്ല വലിയ ലൈറ്റാണെങ്കിൽ കണ്ണ് കാണില്ല. ഇനി സൂര്യൻ്റെ നേർക്ക് 12 മണിക്കൊന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ണ് തുറന്നാൽ കണ്ണ് പിന്നെ ഇരുട്ടേ കാണുള്ളൂ. അത്രയുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് കോടാനി സൂര്യനെ അവിടെ കാണുന്നത്, എനിക്കത് കാണാൻ സാധിക്കില്ല. ദുർനിരീക്ഷം സമന്താൽ ദീപ്താന അർക്കദ്യുതിം അപ്രമേയം. പ്രമേയം എന്ന് പറഞ്ഞാൽ അളവ്, അപ്രമേയം വെച്ചാൽ അളക്കാൻ പറ്റാത്ത അത്ര ശക്തിയുള്ള സൂര്യനെ പോലെ അത് ഞാൻ കാണുന്നു. ത്വമക്ഷരം, അക്ഷരം എന്നുള്ളതിന് ക്ഷരമില്ലാത്തത്, നശിക്കാത്തത് ആണ്. പരമം ശ്രേഷ്ഠം. വേദിതവ്യം, അറിയപ്പെടേണ്ടതിൽ വെച്ച് ശ്രേഷ്ഠമാണ് അങ്ങ്. വേദിതവ്യം. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. അസ്യ വിശ്വസ്യ, ഈ കാണുന്ന വിശ്വത്തിൻ്റെ മുഴുവനും നിധാനം എന്ന് പറഞ്ഞാൽ അതിനെ താങ്ങി നിൽക്കുന്നത്. പരമമായി ഈ ലോകത്തെ ഇവിടെ എല്ലാ ദിക്കിലും ചലനമാണ്. ചലനമില്ലാണ്ട് യാതൊന്നുമില്ല. ആ ചലനത്തിന് ചലിക്കാത്ത ഒന്ന്, അത് അങ്ങാണ്. ഇതൊക്കെ എന്തൊന്നില്ലാത്ത ആസ്വദിക്കുകയും വയ്ക്കൂ. ഇത് പറഞ്ഞ് മനസ്സിലാക്കി. ഈ അധ്യായം തന്നെ അത്ര രസികനാണ്. നമുക്ക് വായിക്കുമ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടാവുക എന്നതിനൊക്കെ വിചാരിക്കുമ്പോൾ മനസ്സുകൊണ്ട്. കാരണം മനസ്സിനും ബുദ്ധിക്കും പിടികിട്ടാത്ത സാരം ഇവിടെ പറയണം. പിന്നെ എങ്ങനെയാണ് അത് മനസ്സുകൊണ്ട് പിടിക്കുക? മനസ്സുകൊണ്ട് പിടിച്ചാൽ അത് വിശ്വരൂപമല്ലണ്ടേ. കാരണം നമ്മുടെ മനസ്സ് കുടിക്കില്ലോ. അതുമാതിരി ബുദ്ധിക്ക് മനസ്സിലായ ഇത് അതിൻ്റെ അപ്പുറത്ത് ഇൻറ്റ്യൂഷൻ എന്നല്ലേ, സമാധിയിലാണ് ഇത് കാണേണ്ടത്. ശരിക്ക് അർജുനൻ ഇപ്പോൾ സമാധിയിലായി കാണുന്നത്. ത്വമസ്യ വിശ്വസ പരനിധാനം ത്വം അവ്യയ, എത്ര എടുത്താലും തീരാത്ത അവ്യയ. ശാശ്വത ധർമ്മ ഗോപ്ത എന്നുണ്ട്. ധർമ്മത്തെ, ശാശ്വതമായ ധർമ്മത്തെ ഗോപ്താച്ച അതിനെ വേണ്ട പോലെ നിലനിർത്തുന്ന ആളാണ്. ഇവിടുത്തെ ലോകത്തിൽ ധർമ്മം നിലനിൽക്കുന്നത് ഈ അങ്ങയുടെ ശക്തി കൊണ്ടാണ്. അതൊക്കെ അവിടെ ധർമ്മം എന്ന് തന്നെ അർത്ഥം ശ്രദ്ധിക്കണം എപ്പോഴും. ധരതി ഇതി ധർമ്മ, നിലനിൽക്കുന്നത് എന്തോ അത് ധർമ്മമാണ്. അപ്പോൾ കരിമ്പിൻ്റെ ധർമ്മം മധുരമാണ്. ആ കരിമ്പിൽ മാധുര്യം എന്നൊന്നില്ലെങ്കിൽ അത് കരിമ്പാവില്ല. അപ്പോൾ അതിന് ഈ കമ്പൊക്കെ ഉണ്ട്, പക്ഷെ അതിന് മുളാന്നോ വരും, കരിമ്പാവില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേക ഗുണമുണ്ട്. വെള്ളത്തിൻ്റെ ഗുണം ദ്രവത്വമാണ്. അത് കട്ടിയായാൽ അപ്പോൾ പിന്നെ അതിന് വെള്ളം എന്ന് വരില്ല. അപ്പോൾ അതിന് ഐസ് അല്ലെങ്കിൽ ഹിമന്നേ പറയൂ. അത് മരുന്ന് തിളച്ച് ആവിയായാൽ അപ്പോൾ അതിന് ആവിന്നേ പറയുള്ളൂ, വെള്ളം പറയില്ല. അപ്പോൾ ഏതൊന്നാണോ ഏത് കാലത്ത് നിൽക്കുന്നത് അതാണ് ധർമ്മം. ഇത് എത്ര പ്രാവശ്യം കേട്ടാലും പിന്നെയും നമ്മൾ മറക്കും. കാരണം അത്രയും നമ്മുടെ ബുദ്ധി മനസ്സൊക്കെ എത്തിയിട്ടുള്ളൂ. പലതിലല്ലേ പോകുന്നത്. ഏകാഗ്രത വരുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ രസികനാണ്. ത്വം അവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനം എന്ന് പറഞ്ഞാൽ
എന്നോ ഉള്ളത്, പണ്ടൊക്കെ പണ്ടുള്ളത്. അതെ, സനാതന അല്ല, അതിന് തന്നെ പണ്ടുള്ളതുണ്ട് സനാതനം. അതിനെ വളരെ കാലമായിട്ട് മുമ്പുണ്ടെന്നാണ്. അങ്ങനെയല്ല, ഉപനിഷത്തിലെ വാക്കിൽ സനാതനോ നിത്യനൂതന എന്ന വാക്ക്. അത് രസികത്വം കേട്ടാൽ നോക്കുക, രോമാഞ്ചവും. സനാതനം എന്നോ ഉണ്ട്. അപ്പോൾ പഴതാണോ? അല്ല, നിത്യനൂതനം, പുത്തനാണ് എന്നും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവണം, പൊണ്ണുണ്ടാവണം, പുത്തന എന്നും. നമ്മുടെയൊക്കെ അങ്ങനെയല്ല. നമ്മുടെ ശരീരമൊന്നും നിത്യനൂതനല്ല. ലേശം സനാതന പറയാം, കുറച്ച് പഴുതാണല്ലോ. ഒരു എനിക്ക് 82 വയസ്സ് പറഞ്ഞാൽ കുറച്ച് പഴുതാണ് ഞാൻ. പക്ഷെ ഞാൻ നിത്യനൂതനല്ല. ഇപ്പം നല്ലോണം ജരിയൊക്കെ നടക്കുന്നു ഇയാട്ടുണ്ട്. മറ്റതങ്ങനെയല്ല, ഭഗവാന്റെ ഗുണം രണ്ടുമുണ്ട്, സനാതനത്തുണ്ട് നിത്യനൂതനത്തുണ്ട്. ശുഗഭരനോട് ആ രുക്മിണി സ്വയനത്തിൻ്റെ അവിടെ വരും ഭാഗവതിൽ പറയും, ഭജു ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ആ കഥ എനിക്ക് വിസ്തരിച്ച് കേൾക്കണം, കാരണം ആ ഭഗവാന്റെ കഥ നിത്യനൂതനല്ലേ എന്ന് ഭാഗവത് പറയും അവിടെ. അപ്പോൾ സനാതനം ത്വം പുരുഷോ മതോ മേ, എൻ്റെ മതം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം അല്ലെങ്കിൽ സിദ്ധാന്തം, അല്ലാണ്ട് എൻ്റെ എന്താ പറയേണ്ടത്, മതം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഒപ്പീനിയൻ പറയില്ലേ, എൻ്റെ തോന്നൽ. ഇത് തോന്നലൊന്നുമല്ല, ഇത് പരമാർത്ഥമാണ്. അനാദി മധ്യന്തം അനന്ത, ആദിയില്ല മധ്യമില്ല, അനന്തം വീര്യമാണ്. അനന്തബാഹു, ഇതൊക്കെ മലയാളത്തിൽ പറയുന്നത് ധാരാളം കൈക്കൾ എന്ന് പറഞ്ഞാൽ ആരുടെയിലൊക്കെ എല്ലാ കൈയുണ്ടോ അതൊക്കെ ഭഗവാന്റെ ആണല്ലോ. അല്ലാണ്ട് ഒരു ചിത്രമൊക്കെ കണ്ടിട്ടുണ്ട്, ഇവർ ഉടലുണ്ടാവും, ഒരു കുറേ മുഖങ്ങൾ കണ്ടുണ്ടാക്കിയിട്ട്, എന്നിട്ട് ഇങ്ങനെ കുറേ കൈ ഇങ്ങനെ തൂക്കിയിട്ടിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വഷള തോന്നാറുണ്ട് എനിക്ക്. കാരണം ഈ ചിത്രകാരന് ഒരു അതൊന്നും മനസ്സിലായില്ല, അങ്ങനെ ഒരു രൂപമുണ്ടോ, കുറേ കൈ ഇങ്ങനെ തൂക്കിക്കിടക്കുക, കുറേ കണ്ണുണ്ടാവുക. ഇതങ്ങനെയല്ല, എല്ലാ ശക്തിയും ഭഗവാനുണ്ട് എന്ന് മനസ്സുകൊണ്ടേ കാണു നോക്കൂ. അല്ലാണ്ട് ഈ മാതിരി ഒരു രൂപമാണെങ്കിൽ വാസ്തവൊരു ഗോഷ്ഠി വലിയാണ്, ലവലേശം അതിലൊരു മഹത്വം എനിക്ക് തോന്നാറില്ല. മാത്രമല്ല നമ്മൾ തന്നെ കണ്ടില്ല, ഇപ്പം രാവണൻ്റെ തന്നെ ചിത്രമുണ്ട്, എനിക്കിഷ്ടമല്ല. 10 തല. ഈ ജീവിതത്തിൽ ലോകത്തിൽ ഇന്ന് വരെ 2 തല കഷ്ടിച്ച് കണ്ടിട്ടുണ്ട് ഈ ട്വിൻസ്. പക്ഷെ ജീവിക്കൊന്നും പതിവില്ല, നടക്കുന്ന ആളെ എന്തായാലും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ 10 തല, ഇതെല്ലാം വെറും ഭാവനയാണ്. കാരണം ഒരു തലയിൽ തന്നെ കാമുണ്ടായി എത്ര ഉണ്ട് തുയരക്കട വെച്ചാൽ 10 തല എനിക്ക് എത്ര ഉണ്ടാവുമെന്ന് കാണിക്കാൻ പറയാമെന്നല്ലാണ്ട് ഇതൊക്കെ ഉണ്ടോ. അതുമാതിരി ഭഗവാൻ എന്ന് പറഞ്ഞാൽ അനേകം ഈ പറയുന്നതൊക്കെ കഥ പറയാമെന്നല്ലാണ്ട് സന്തോഷിക്കാൻ, ചിരിക്കാൻ, രസിക്കാൻ ഒക്കെ ചെയ്യാം. അതിനെ നിങ്ങൾ അതേപോലെ ചിത്രം വരയ്ക്കും അല്ലെങ്കിൽ കാണിക്കുമായിരിക്കുക. അപ്പോൾ അതിന് കാരിക്കേച്ചർ എന്നില്ലേ, എന്താ ഒരു ഡിസൈൻ കാട്ട വരും. ഇത് അത്രയും വയ്ക്കും. അനന്തബാഹും ശശി സൂര്യ നേത്രം, ശശി സൂര്യൻ, 2 കണ്ണിന്, ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യൻ എന്നാണ്. അങ്ങനെ ധാരാളം കണ്ണുകൾ. പശ്യാമി ത്വം ദീപ്ത ഹുതാശ വക്ത്രം, ദീപ്തമായ അഗ്നി ജ്വലിക്കുന്ന പോലുള്ള വായ അഗ്നിയാണ്. നാവിൻ്റെ ഇത് ചൂടാണ്. നോക്കൂ എത്ര ശരിയാക്കാം. നമ്മൾ തന്നെ പറയാറുണ്ട്, ഞാൻ മടപ്പെട്ടൊരു 4 ചൂടുള്ള വാക്കാണ് പറഞ്ഞു തന്നു. ചൂട് അപ്പോൾ വാക്കിന് വാക്കുകൊണ്ടാണ് ഇവിടെ ഉണ്ടാവുന്ന ചൂട് മുഴുവനും ഈ വാക്കിൻ്റെ തുയരക്കൊണ്ടാണ്. അതെ, വേണ്ട അത് പറഞ്ഞാൽ നാവിന് നിനക്ക് പറയുന്നുണ്ട്, വിഷമൊക്കെ നിൽക്കുക പറഞ്ഞല്ലോ പല്ലേ അല്ലേ. അപ്പോൾ ഇപ്പം രാമാന്ന് പറയണ നോക്കൂ, അതിൽ ആ അഗ്നികളിൽ ഇവിടെ എന്താ ശരിയാ പറയണു, എന്താണ് ചൂടുള്ള വാക്ക്. ആരെങ്കിലും എന്ത് തന്നെ ഒരു തണുപ്പൻ എന്നല്ല, നല്ല ചൂടുള്ള വാക്ക് പറയണം. ദീപ്തഭാഷഭക്തനം സ്വതേജസ്സ വിഷമിതം തപന്തം. ഈ ലോകത്തിനെ കൊണ്ടും തപിപ്പിക്കുക വെച്ചാൽ ചൂടാക്കുക, അല്ലെങ്കിൽ അതിനെ എന്താ തപന്തം തപിപ്പിക്കുക എന്നാണ്. തപിക്കുക വെച്ചാൽ ചൂടാണ്. മറ്റേ തപത്തിന് അത് ആ തപസ്സത്. അവിടെ തപസ് എന്നുള്ളതിനും തപവും കൂടി വ്യത്യാസമുണ്ട്. ഇവിടെ ഈ തപം എന്ന് പറഞ്ഞാൽ ചൂടെന്താ, തപസ് എന്താ, കാമത്യാഗ തപസ്മൃത. അവിടെ തപസ് എന്നുള്ളത് കാമങ്ങളെ വിടലാണ് തപസ്. എത്ര കണ്ട് കാമം പോയോ അത്രയും തപസ്. അച്ഛാ ചൂട് തന്നെയാണ് അവിടെയും തപസ്സേ. കാരണം ആഗ്രഹങ്ങളൊക്കെ
എന്താണ് വെണ്ണീറാക്കണം തപസ്സിലെ. ആ തപസ് പബന്ധം ദ്യാവ്യാപൃഥ്വീതം അന്തരം ഹി, ആകാശവും ഭൂമിയും അതിൻ്റെ അന്തരം ഒക്കെ ആകെ നിറഞ്ഞ മാതിരിയാണ് നിൽക്കുന്നത്. ഹി വ്യാപ്തം ത്വയ ഏകേന ദിശഷ്ട സർവ, എല്ലാ ദിക്കിലും നിറഞ്ഞ ആ ശരീരവും ഉണ്ടായിരിക്കുന്നു. ദൃഷ്ടു അത്ഭുതം രൂപം ഉഗ്രം, അത്ഭുതമായ ഈ ഉഗ്രവുമായ തവേദം ലോകത്രയം, ഈ ലോകം മുഴുവനും 3 ലോകങ്ങൾ, അന്തരീക്ഷ ലോകം, എന്താണ് ആകാശം, അന്തരീക്ഷം, ഭൂമി, ഇതാണ് 3 ലോകങ്ങൾ. ലോകത്രയം പ്രവ്യധിതം പരിപിച്ചിരിക്കണൊക്കെ മഹാത്മൻ അമീഹിത്വം. ഇനി ഓരോരുത്തരുടെ ആളുകൾ എന്ത് ചെയ്യണു? അമീജ ഇവർ ഈ ആരാണത്? സുരസംഘ വിശന്തി, സുരസംഘം ദേവന്മാരുടെ സംഘം. അവർ എന്ത് ചെയ്യുന്നു? കേജിത് ഭീത പ്രാഞ്ജലയോ ഗൃണന്തി. ചില ആളുകൾ ഭഗവാനെ കണ്ടിട്ട് എന്ത് ചെയ്തു? ഭീതന്മാരായിട്ട് കൈ തൂപ്പി ഭഗവാനെ സ്തുതിക്കുന്നു. ഗൃണന്തി സ്വസ്തിത്യുക്ത മഹർഷി സിദ്ധങ്ക. മഹർഷിമാർക്ക് അത്ര പരിഭ്രമമൊന്നുമില്ല. അവർ സ്വസ്തിച്ചലോ സമാധാനം, ശാന്തം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അവർക്കിതൊക്കെ കാര്യം അറിയാം, ഇതൊക്കെ കാണിക്കലാണെന്ന് പരിഭ്രമമൊന്നുമില്ല അവർക്ക്, മറ്റവർക്കല്ല. മഹർഷി സിദ്ധ സ്തുവന്തി ത്വാം സ്തുതിഭി പുഷ്കലാഭി. വേറെ ചില കൂട്ടർ ഭഗവാനെ സ്തുതിക്കുന്നു. അവിടെ ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ ആ വിശ്വരൂപത്തിലാണ് ഇതൊക്കെ കാണുന്നത്. ആദ്യം ഭഗവാനെ കാണുന്നു. അപ്പോൾ ഭഗവാനിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ രൂപം എത്രയാണെന്നാ പറയാൻ സാധിക്കില്ലല്ലോ. ഏതുപോലെ ഇപ്പോൾ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ അതിൽ അനവധി ചിത്രങ്ങൾ പലതൊക്കെ കാണാം ഉണ്ടല്ലോ. മലയും സമുദ്രമൊക്കെ കാണാം. അതൊക്കെ സ്ക്രീനിലാണ്. ആ സ്ക്രീനിലാണ് ഇത് കാണുന്നത്. അതുപോലെ ഭഗവാനാകുന്ന ഒരു സ്ക്രീനിൽ ഇതൊക്കെ കാണുകയാണ്. ഭഗവാൻ എത്രയാണെന്ന് പറയുക, കാരണം അനന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ പ്രത്യേക രൂപങ്ങൾ കാണുന്നു. രുദ്ര ആദിത്യ വസവോ ഏച്ച സാധ്യ വിശ്വേശ്വരോ മരുതശ്ചോഷ്മാശ്ച. ഇതൊക്കെ നമ്മുടെ ഈ രുദ്രന്മാർ, ആദിത്യന്മാർ, വസുക്കൾ, സാധ്യന്മാർ, ഈശ്വൻ, മരുത്ത വായുക്കൾ, പഞ്ചഭൂതങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടെ വേറെ വേറെ കാണുമെന്ന് പറയണം. ഗന്ധർവ ഇങ്ങനെയൊക്കെ എനിക്കിപ്പോഴും അർത്ഥം അറിയില്ല. അങ്ങനെ ഭാഗവതത്തിൽ കാണാറുണ്ട്. ആരാ ഇവിടെ നമ്മൾ മുമ്പിൽ കാണില്ല വെച്ചിട്ട് അവരില്ല പറയാൻ പറ്റില്ലോ. ഇവിടെ മുമ്പിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടോ ഈ ഇതിൽ നമ്മൾ കാണില്ല വെച്ചില്ല. ഗന്ധർവന്മാർ, യക്ഷന്മാർ, സിദ്ധന്മാർ, അവരൊക്കെ വീക്ഷന്തത്വം വിസ്മിതാശ്ചൈവ സർവേ. അവരൊക്കെ വിസ്മയത്തോടു കൂടി നോക്കി നിൽക്കണു. ഇവിടെയൊക്കെ ഒരു പരിഭ്രമമൊന്നുമില്ലാണ്, ബഹുമാനമാണുള്ളത്. ഇനി കുറച്ച് കഴിയുമ്പോൾ കാര്യമല്ല, വിഷമമുള്ള രൂപത്തിലേക്ക് വരാൻ. രൂപം മഹത്തെ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹുപാദം ബഹു ഉദരം ബഹുദംഷ്ട്രാകര. ഇനി ദംഷ്ട്രകൾ കാണും, കുറച്ചും കൂടി ഭയങ്കര കരാളം. ദൃഷ്ട്വാ ലോക പ്രബേധിസ സ്തതാഹം. ലോകം മുഴുവനും ആകെ പരിഭ്രമിക്കുന്നു. അങ്ങനെ ദംഷ്ട്രകളൊക്കെ അഹം ഞാനും എനിക്കും പരിഭ്രമമുണ്ട്. ബുദ്ധവരെ കാണുമ്പോൾ ഭക്ഷ്യമാരെ കാണുമ്പോണ്ടാവില്ല. ഈ ദംഷ്ട്രം കൂടി കാണുമ്പോൾ നമുക്കുണ്ടല്ലോ വല്ലാതെ ഇത് വരുമ്പോൾ എനിക്കും കുറച്ച് പരിഭ്രമമുണ്ട് എന്ന് പറയും. നഭസ്പൃശം ദീപ്തം അനേക വർണ്ണം. നഭ ആകാശം വരെ മുട്ടി നിൽക്കണു. ദീപ്തം അനേക വർണ്ണം. വ്യാതാനനം ദീപ്ത വിശാല നേത്രം. വല്ലാത്ത നീളമുള്ള കണ്ണുകൾ. ദൃഷ്ട്വാഹിത്വം പ്രവിധ അന്തരാത്മാ നിർനിമ്ന ബന്ധാമി ശമം ച വിഷ്ണു. എനിക്ക് ധൈര്യമില്ല. അവർ ശമം ചില മനസ്സ് ഒതുക്കണില്ല. ആകെ ഞാൻ പറക്കണു. കണ്ടിട്ട് ആദ്യത്തെ സുന്ദര രൂപമൊക്കെ വിട്ടിട്ട് വല്ലാത്ത രൗദ്രമായ വിഷം കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. വിഷ്ണു ദംഷ്ട്രങ്ങളൊക്കെ പാസൊരു മനുഷ്യന് ഈ ദംഷ്ട്രമില്ല. മാംസബുക്ക് ആയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ വളഞ്ഞ ഇത് ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്വതവേ മാംസബുക്കല്ല, ഈശ്വര സൃഷ്ടിപ്രകാരം. അതുമാതിരി കുടലും മാംസത്തിന് പറ്റിയതല്ല. പക്ഷേ നമ്മളിപ്പോൾ അത് കഴിക്കണം. വാസ്തവത്തിൽ മാംസബുക്ക് ആവേണ്ട യാതൊരു കാര്യമില്ല. സസ്യബുക്കായാൽ മതി. മാംസബുക്കാകുമ്പോൾ അതിൻ്റെ സ്വഭാവം നോക്കണ്ടോ. മാത്രമല്ല മാംസം കഴിക്കുന്നത്
വാസ്തവത്തിൽ സ്വാദന എന്ന് പറയുന്നു. നമുക്കറിയില്ല, ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ശീലമില്ല. ഇപ്പോൾ ആട്ടുമാംസം എന്ന് പറഞ്ഞു, 1 കിലോ ആട്ടുമാംസത്തിന് 140 റുപ്യ അത്രേ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നാറുണ്ട് ഇവിടെ 140 റുപ്യ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള പച്ചക്കറിക്കുള്ള പൈസയായി. അപ്പോൾ പൈസയും ഇതിൻ്റെ ഒന്നല്ല, മറ്റവനെ കൊന്ന് ഇയാൾ തിന്നണമെന്ന് വിചാരിക്കുക. ശരിക്കും പറഞ്ഞാൽ മൃഗീയത എന്നുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ് നല്ലത്, ശരീരത്തിനും ജീവിതത്തിനൊക്കെ. മറ്റവർക്കാണ് അധികം ഈ സൂക്കടമൊക്കെ വരിക. നല്ല വെജിറ്റേറിയൻ, ഇപ്പോൾ വെജിറ്റേറിയനും വയ്യാണ്ടേ ഉണ്ട്, കാരണം അതിലൊക്കെ ഭക്ഷണം ചേർത്തിട്ടുള്ള സാധനം കൊണ്ടുവരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇവിടെ ദംഷ്ട്രമൊക്കെ കാണുന്നതാണ്. ദംഷ്ട്രാകരാനിച്ചതേ മുഖാനി ദൃഷ്ടുവേ കാലാനിപ്പ സന്നിഭാനി ദിശോന്ന് ജാനി എന്ന് ലഭേജസ. എനിക്ക് ഏതാ കിഴക്ക് ഏതാ പടിഞ്ഞാറാണില്ല, കാരണം സർവ്വം കാണുമ്പോൾ എന്താ ഞാൻ ആകെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നാൽ ശർമ്മ വെച്ചാൽ ശാന്തി, സമാധാനമില്ല. ഈ ശർമ്മ എന്ന വാക്ക് വൈദ്യലിംഗ ശർമ്മ എന്നൊക്കെ ഉണ്ട്, വെച്ചാൽ സമാധാനമുള്ള ആളെന്നാണ്. വാസ്തവത്തിൽ ഇപ്പോൾ അവർക്ക് സമാധാനമുള്ളത് കാണുന്നില്ല, പേര് മാത്രമേ ശർമ്മ എന്നുള്ളൂ. 100 പരിഭ്രമാണ് ശർമ്മ. പ്രസീത ദേവേശ ജഗന്നിവാസ. ജഗത്ത് മുഴുവൻ ആരിൽ നിവസിക്കുന്നു അവനാണ് ജഗന്നിവാസൻ. നമ്മൾ ജഗത്തിലാണ്, ഭഗവാനിലാണ് ജഗത്ത്. നമ്മൾ ജഗത്തിൻ്റെ ഉള്ളിൽ, നമ്മൾ ഇതും കൂടിയിട്ട് ആ ജഗത്തും കൂടി ഭഗവാനിലാണ് നിൽക്കുന്നത്. അതായത് ഭഗവാനാണ് പൂർണ്ണെന്നർത്ഥം. ജഗന്നിവാസ. അമീച്ച ത്വാം ധൃതരാഷ്ട്രപുത്ര. ധൃതരാഷ്ട്രന്മാരുടെ പുത്രന്മാരുണ്ടല്ലോ, ഈ കൗരവന്മാരെ പുത്ര. സർവേ സഹൈവ അവനിപാലന സംഘം, അവരെ കൂട്ടക്കാരും എന്തിനു ഭീഷ്മ ദ്രോണ സൂതപുത്ര, അതായത് കർണൻ. സദാസോ സഹാസ്മതീയേപി യോധമുഖി. ഞങ്ങളും ഈ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, വക്തനാണിതയെ അങ്ങോട്ട് ഇതാ ഭയാനക കൂടണം. വക്തനാണിതയെ തുരമാണി വിശന്തി. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളൊക്കെ ഇതങ്ങനെ വായുടെ ഉള്ളിലേക്ക് തന്നെ കിടക്കണം. ദംഷ്ട്രങ്ങളുണ്ട്. അതായത് ഇവിടെ ആദ്യം വന്നിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരത്തിലേക്കുള്ള പോക്ക് പോകണം എന്നെ പറയുന്നത്. ആദ്യം സൃഷ്ടിയെ പറ്റി പറഞ്ഞു, പിന്നെ സ്ഥിതിയെ പറഞ്ഞു, ഇപ്പോൾ സംഹാരിക. ഇത്രാണി ദംഷ്ട്രാകലാനിച്ച ഭയാനക. എന്ത് നോക്കുക, കേജിത് വിലഗ്ന ദശനാന്തരേഷു സന്ദൃശ്യന്തേ ചൂർണിതേ ഉത്തമാങ്കൈ. പാലിയൊക്കെ കടിച്ച് പൊടിച്ചിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പോണ പോലെ ഞാൻ കാണുന്നു. യഥാ നദീനാം ബഹവോ അമ്പുവേഗ സമുദ്ര. ഏതുപോലെയാണ് ഒരു ഉദാഹരണം പറയണം. അനവധി നദികൾ ഈ സമുദ്രത്തിലേക്ക് അതിശക്തിയായിട്ട് വന്ന് കയറിയിട്ട് അങ്ങനെ കിടക്കണില്ലേ, അതുപോലെ ഈ വീരന്മാരൊക്കെ തന്നെ നദികൾ സമുദ്രത്തിൽ പോണ പോലെ അങ്ങയുടെ വക്രത്തിലേക്ക് ഇത് പോണത് കാണുന്നു. ഭയങ്കരത്വം അങ്ങനെ. തഥാ തവാമി നരലോകവീര വിശന്തി വക്രാന്യ അഭിവിജ്വലന്തി. അങ്ങയുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അവിടെ കിടക്കണം. യഥാപ്രദീപ്തം ജ്വലനം പതങ്കാൽ വിശന്തി നാശായ സമൃദ്ധവേഗ. അതിനൊരു ഉദാഹരണം പറയാൻ ഏതുപോലെയാ എന്ന് പറഞ്ഞാൽ, പുത്തമഴ പെയ്താൽ ഈ പാറ്റുണ്ടോ, നമ്മൾ പാറ്റയെ കളയാൻ ഒരു തീയങ്ങോട്ട് കത്തിക്കും സന്ധ്യയാകുമ്പോൾ. എന്നാൽ ഈ പാറ്റകളൊക്കെ തിന്നാളതാ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മുഴുവൻ പാറ്റയും ചാവും. അത് ഏതുപോലെയാണോ പാറ്റകൾ വന്ന് ഈ തീയിൽ ചാടുന്നത്, അതുപോലെ ഇവരൊക്കെ ഇപ്പോൾ പാറ്റകളെ ബലിയാണ്. ഈ ഞങ്ങളൊക്കെ അവരെ കൗരവന്മാരെ പറ്റി വന്നിട്ടില്ല, എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പാറ്റകൾ എങ്ങനെയാണോ നാശത്തിൽ പോകുന്നത് അതുപോലെ. അതായത് ഭഗവാൻ ഇപ്പോൾ ആദ്യം ആ നല്ല രൂപമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സംഹാരത്തിൻ്റെ രൂപം കാണിക്കുകയാണ് അർത്ഥം. ഇതൊക്കെ കഴിയുമ്പോഴല്ലേ ഈ പൂർണ്ണത വരുള്ളൂ. സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ വേണമല്ലോ, അത് അവസാനം കൊണ്ടും കാണിക്കണം. ഭക്തറാണി സമൃദ്ധ ലേലിഹ്യസേ ഗ്രസമാന സമന്താൻ ലോകാൻ സമഗ്രാൻ വദിനൈർ ജ്വലദ്ഭി. എന്തോ ഭഗവാന് ഇതിന് നല്ല രസം ഭക്ഷണം പോരാൻ തോന്നുന്നു വേണ്ടി ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ നക്കുന്നാണ് അത്രേ ഒക്കെ. കാരണം ഇനി അവിടെയും കൊണ്ട് നിൽക്കണ്ടാഞ്ഞിട്ട് തേജോഭിരാപൂര്യ ജഗത്സമഗ്രം വാസസ്തവഗ്ര പ്രതപന്തി വിഷ്ണു. വല്ലാണ്ട് പ്രകർഷേന തപിച്ചുകൊണ്ട് ചൂടായിട്ട് നിൽക്കുന്നു. ഭയം വല്ലാണ്ടായിരുന്നു. ഇത്രയാകുമ്പോഴേക്ക് അർജുനനാകെ ഒന്ന് വിഷണ്ണനായി.
ആരപ്പോൾ ഈ കാണുന്ന ആളാരാന്ന് മനസ്സിലാക്കി. ആഖ്യാഹി മേക്കോ ഭഗവാൻ ഉഗ്രരൂപ, ഇത് ആരാ ഇത് ചോദിച്ചു. കാണിക്കാൻ പറഞ്ഞ് കാണിച്ചിട്ട് ഭഗവാനൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ നോക്കുമ്പോഴേക്കും പരിഭ്രമായി. ആരത്? നമസ്തുതേ ദേവവര പ്രസീത, ഹേ ദേവന്മാരിനെ വെച്ച് വരനായിട്ടുള്ള പ്രസാദിക്കണേ. പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് സമാധാനവുക. പ്രസാദത്തിന് ആ ശ്ലോകവർമ്മണ്ടല്ലോ, രാഗദ്വേഷ വിയുക്തേസ്തു വിഷയാൻ ഇന്ദ്രിയേശ്വരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദം അധികച്ഛതി. അതിലുണ്ട് രാഗദ്വേഷങ്ങളില്ലാതെ വിഷയങ്ങൾ, അത് നല്ലത് കിട്ടിയാലും ചെയ്താലും സ്വാതാറിയും. അതെ അതെ, അതാണ് പ്രസാദം. അതായത് ചളിയാവാൻ പാടില്ല. അല്ല, ഒന്ന് ചളി, മറ്റത് കലക്കം. എന്താ ഈ മനസ്സിൻ്റെ ചളി? ആഗ്രഹങ്ങൾ. അനക്കെന്താ? അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രവർത്തനം. ഇത് രണ്ടും ഇല്ല കഴിഞ്ഞാൽ മനസ്സിന് ചളിയില്ല, അനക്കും ഇല്ല വെച്ചാൽ പ്രസാദമായി. അതാണ് പ്രസാദം. അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് അമ്പലത്തിൽ നമ്പൂതിരിക്ക് തരാൻ പറ്റുന്ന സാധനമല്ല. നമ്മൾ അല്ലെങ്കിൽ പ്രസാദം മേടിക്കുക വെച്ചാൽ ചന്ദനം മേടിക്കുമെന്ന് പറയാൻ തന്നെ. കാരണം ആ തരുന്ന ആൾക്കും ഇല്ല പ്രസാദം, കിട്ടുന്ന ആൾക്കും ഇല്ല പ്രസാദം. അത് പ്രസാദമല്ല. അപ്പോൾ ഇവിടെ ആ പ്രസാദം വേണമെന്ന് വെക്കണം. ആഖ്യാഹിമേ കോ ഭഗവാൻ ഉഗ്രരൂപോ നമസ്തുതേ ദേവവര പ്രസീത വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം. ആരാത് മനസ്സിലാവണില്ല എനിക്ക്. നഹി പ്രജാനാമി തവ പ്രവൃത്തി. അങ്ങ് എന്ത് ചെയ്യാൻ പോണു? ആരാണ്? എന്താ? ആകെ തളർന്നു അർജുനൻ. അതായത് അർജുനന് പോലും ഈ വിശ്വരൂപം സഹിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ ദിവ്യമായ ചതുർഷുസ് കൊടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണ്ട? വിശ്വരൂപം കാണുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട. കാരണം ഇപ്പോൾ യോഗ്യതയില്ല തീർച്ചയാണ്. ഇനി അഥവാ യോഗ്യത എന്നിട്ട് പോലും ഇത്ര പരിഭ്രമമാണെങ്കിൽ നമുക്കിപ്പോൾ എന്ത് തോന്നി? ഭഗവാന്റെ സൗമ്യ രൂപമുണ്ടല്ലോ, ആ സ്നേഹം എന്നുള്ളത്, ആ രൂപം കണ്ടാൽ മതി. അർജുനന് അതിന് ശക്തിയനാവുകൊണ്ട് ചോദിച്ചപ്പോൾ എന്നിട്ടും ഭഗവാൻ കൊടുത്തിട്ട് ഇതങ്ങനെ കണ്ടപ്പോൾ ഇപ്പോൾ ആളെ അറിയേണ്ടി. ആരാ ഇവിടുന്ന് ചോദിച്ചു, ഒന്നും മനസ്സിലാവണില്ല. ഇനി ഭഗവാൻ അതിന് 4 ശ്ലോകത്തിൽ ഉത്തരം പറഞ്ഞിട്ട് പറയാണ്. കാലോസ്മി ലോകക്ഷയകൃ പ്രബുദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദയ വിത്വാം ന ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനീകേഷു യോധ. എന്തൊക്കെ രസങ്ങളാണെന്ന് പറഞ്ഞാൽ തീരില്ല. ഇതൊക്കെ ഒരു ഒന്നാന്തരം കാവ്യത്തിൽ പരമമായ ജ്ഞാനം പറയണം. കാലോസ്മി, ഞാൻ കാലസ്വരൂപനാണ്. കാലം എന്നുള്ളതിന് അർത്ഥം ഒന്നിനെ മറ്റൊന്നാക്കി മാറുന്നതിന് പേരാണ്. പച്ചപ്പഴം പഴുത്ത പഴമാണെങ്കിൽ കാലമാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? അതുമാതിരി എന്താ പൂവ്, അത് കഴിഞ്ഞ് കായ, അത് പഴുക്കുക, അത് കഴിഞ്ഞാൽ വീഴുക, ഇതൊക്കെ കാലം എന്ന് പറഞ്ഞാൽ ചലനാണ്. കാലോസ്മി, ഞാൻ അതിനുള്ള കാലോസ്മി. ലോകക്ഷയ, ഇപ്പോൾ ലോകത്തെ ക്ഷയിപ്പിക്കുന്ന സന്ദർഭം. ലോകാൻ സമാഹർത്തും മിഹ, അതിനെ സമാഹർത്തു വെച്ചാൽ ഇപ്പോൾ വേറെ വരെയായിട്ട് നിങ്ങളുടെ അതിനെ ഒന്നിക്കുക, എന്നിട്ട് ലയിച്ച് ഭഗവാൻ ആണ്. ഹൃദയബിത്വാം എന്ന ഭവിഷ്യന്തി. ഇനിയിപ്പോൾ നിൻ്റെ വിചാരം നീയാണപ്പോൾ ഇവരെയൊക്കെ കൊല്ലാൻ പോണത്. ഒന്ന് ഹൃദയ, നീയില്ലെങ്കിലും എന്നാ ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനീകേഷു യോധ. ഈ കാണുന്ന യുദ്ധക്കാരൊക്കെ ഉണ്ടല്ലോ, നീ ഇനി കൊല്ലണില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരൊക്കെ അതിൻ്റെ സമയമായിരിക്കണു. ഞാൻ അവരൊക്കെ ഇങ്ങോട്ട് എടുക്കാൻ, ഞാനും തന്നെയാണ് പുറത്തേക്ക് വെച്ചത്, അവരൊക്കെ ഉള്ളിലാണ്. അപ്പം എൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇങ്ങനെ. എന്നാൽ പക്ഷേ നീ പറയുന്നുണ്ട് നിമിത്തം മാത്രം, ഈ ഒരു നിമിത്തം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പറയണം. തസ്മാത്വം ഉത്തിഷ്ഠ, അതുകൊണ്ട് നീ എണ്ണീക്ക് ഇരിക്കുന്നവരെന്ന് എണ്ണീക്കുന്നല്ല, നിനക്ക് അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ. ഒന്ന് എണ്ണീക്കടോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉണരടോ, കിടക്കുന്ന ആളൊന്നുമല്ല. അത് അങ്ങനെ എപ്പോഴും കിടക്കുക. തമസ് വിട്ടിട്ട് ഒരു രജസ് ഉണ്ടാക്കൂ സത്വത്തിന്. തസ്മാത്വം ഉത്തിഷ്ഠ യശോലഭസ്വ, പേരൊക്കെ നിനക്ക് കിട്ടും. ആരാ അവരെ കൊന്നത് എന്ന് പറഞ്ഞാൽ അർജുനനാണ് കൊന്നത്. എല്ലാവരും എൻ്റെ ഒരു നോട്ടം കൊണ്ട് ഇവരെല്ലാവരും മരിച്ചിറക്കണു, നിൻ്റെ ഒരു അമ്പ അയച്ചു എന്ന് പേര് നിനക്ക്. അതിൻ്റെ അല്ലാണ്ട് ഒരു ലഭസ് പേരൊക്കെ നേടുത്തോ. ലോകത്തിൽ സകല കാര്യങ്ങളും ചെയ്യുന്നതും ആ ബോധമാണല്ലോ. ഞാൻ ചെയ്തു എന്നാണ് പറയുന്നത്. എൻ്റെ കണ്ണ് കണ്ടു, എൻ്റെ ചെവി കേട്ടു, എൻ്റെ കൈയെടുത്തു എന്ന് പറഞ്ഞാൽ അതൊന്നും അവനൊന്നും ചെയ്യുക. കാരണം ബോധം ഇതൊന്നുമില്ല. ബോധം പേരൊക്കെ ആർക്കാണ്? കണ്ണിന് ചെവിക്കൊക്കെ ഉണ്ട്. അതുപോലെ അർജുനനാണ് അതൊക്കെ ചെയ്തതെന്ന് പേര് കേട്ടോളൂ, യാതൊരു കാര്യമില്ല. ഹൃദയപിത്വം ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിത പ്രത്യനീകേഷു യോദ്ധ തസ്മാത്വം ഉത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രുൻ ബംഷുവ രാജ്യം സമൃദ്ധം. അത് കഴിഞ്ഞിട്ട് രാജ്യമൊക്കെ നമുക്ക് കിട്ടും. അത്
അനുഭവിച്ചു. മയവേദേ നിഹിത പൂർവമേവ നിമിത്തമാത്രം ഭവസവ്യസാചൻ. നല്ല വാക്ക് അതാണ്. മയവേദേ എന്നാൽ എന്ന് പറഞ്ഞാൽ കാലശക്തിയാൽ. കാലമാണ് മാറ്റമൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ കൃഷ്ണനല്ല, മയൈവ കാലശക്തിയാൽ. മയവേദേ നിഹത ഇവരെല്ലാം സംഹരിച്ചിരിക്കുന്നു. ഉണ്ടാക്കിയത് ഞാനാണ്, നിലനിർത്തുന്നത് ഞാനാണ്, സംഹരിക്കുന്നത് ഞാനാണ്. നിഹിത എങ്ങനെ? പൂർവമേവ എൻ്റെ ആ സങ്കല്പം കൊണ്ട് മാത്രം തന്നെ ഇവരൊക്കെ മരിക്കൽ കഴിഞ്ഞിരിക്കും. പൂർവമേവ നീ ഒരു നിമിത്തം മാത്രം. ആര്? സവ്യസാചി എന്നൊരു വാക്കുണ്ട്, അത് വളരെ പ്രധാനമാണ്. നിമിത്തം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളരുതാത്തല്ല. സവ്യസാചി എന്നുള്ള വാക്കിന് രണ്ട് കൈ കൊണ്ടും ഒരുപോലെ അസ്ത്രം അയക്കാൻ കഴിവുള്ള ആളെന്നർത്ഥം. സാധാരണ ആൾക്കൊക്കെ വലത്തേ കൊണ്ടേ വയ്ക്കും. അതുകൊണ്ട് വലത്ത് കൈ കൊണ്ടും പറ്റും, അടുത്ത് വേണ്ടും. അതായത് എന്തും ചെയ്യാൻ അങ്ങനെ അസ്ത്രവിദ്യയിൽ ഇതിനും മേലെ ഒരാളില്ല. അത്ര കേമനായ നീ പോലും ആരാണ്? നിമിത്താണ്. പറയുള്ളൂ. അല്ലാണ്ട് നീ ഒന്നും ചെയ്യണില്ല. ഞാൻ ബോധം എന്നുള്ള ആ ആത്മശക്തി നിന്നിൽ ഉണ്ടാവുകൊണ്ടാണ് നിനക്കത് ചെയ്യണത്. ഇപ്പം മറ്റത് ഈ ശരീരം എന്ന് പറയുന്നത് ജഡാണ്. ചൈതന്യം ഉണ്ടല്ലോ, നിന്നിലുള്ള ചൈതന്യമാണ് അത് ഞാനാ. അപ്പം ഞാൻ ഇവരൊക്കെ കൊല്ലലും അല്ലെങ്കിൽ സൃഷ്ടിക്കലും സ്ഥിതിക്കലും സംഹാരമൊക്കെ ഞാനാ ചെയ്തത്. നീ ഒരു നിമിത്തം മാത്രമാണ്. ഇത് നമ്മളൊന്ന് അറിഞ്ഞു കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ പരമാനന്ദവും. നമ്മളെ വിചാരം ഇതൊക്കെ ഞാനാ നടത്തണമെന്നാ. ഒന്നുമല്ല, ആ ഈശ്വരൻ്റെ ശക്തി ലേശം ഉണ്ടല്ലോ, അതങ്ങനെ ബോധം ഉണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആ ബോധം അങ്ങോട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പിന്നെ നമ്മളൊന്നിനും കൊള്ളില്ല. എത്ര കേമ ഈ കാര്യം. അതായത് അഹന്ത ഇല്ലാണ്ടാവും. ഇവിടെ ലോകത്തിന് മുഴുവൻ ഞാനാ ചെയ്യണമെന്നാണ്. നീ ഒന്നും ചെയ്യണില്ല. കാരണം നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും നിൻ്റെ ബുദ്ധിയൊക്കെ എത്രയോ ബോധത്തിൻ്റെ കീഴിലാണ്. ആ ബോധമാണ് നീയെ, അത് ഞാൻ തന്നെയാണ്. ഇനിയും അംശമാണല്ലോ. അപ്പോൾ നീ ഒരു നിമിത്തം മാത്രമാണ്. നിനക്കിതിലൊന്നും പറഞ്ഞില്ല. എനിക്കിത് വാസ്തവത്തിൽ ഇങ്ങനെ വായിച്ചാലേ അഹങ്കാരം തീരെ ഉണ്ടാവില്ല. അഹങ്കാരം തീരല്ലാണ്ട് ചെയ്യാൽ ലോകത്തിനുള്ള അഹങ്കാരം മുഴുവൻ തീർക്കാൻ നമ്മളെ കൊണ്ടാവില്ല. എൻ്റെ അഹങ്കാരം തീർക്കാം. അപ്പോൾ എന്തായി? നമുക്ക് സ്വസ്ഥതയായി, ശാന്തമാണ്. ലോകം മുഴുവൻ ശാന്തമായിട്ട് ഞാൻ ശാന്താവുണ്ടാവില്ല. ഞാൻ ശാന്തമായാൽ ലോകം തന്നെ ശാന്തമായിക്കോളും. കാരണം നമ്മളെ പിന്നെ ഒന്നും കാണില്ല. എന്തൊരു രസമുള്ള കാര്യമായി ഗീത എന്നുള്ളത്. ഇതിനെ പഠിക്കുന്നതൊക്കെ നമ്മളുള്ള ഈ അഹം എന്നുള്ള ഭാവം ഉണ്ടല്ലോ, അതായത് ഈ നശിച്ചു പോകുന്ന ശരീരമാണ് ഞാൻ എന്ന ഭാവമാണ് നമ്മളെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്. എൻ്റെ ആ ശരീരം, ഞാൻ ശരീരമല്ല. അപ്പോൾ ഞാൻ അതിനേക്കാളൊക്കെമില്ല, എനിക്ക് ഇനിയും ശരീരം ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്നതൊക്കെ ഞാനാണെന്നുള്ളൂ. എന്നാണ് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടവളിൽ ഉണ്ടായൊരുണ്ടൽവതും ഉണ്ടാവതല്ല. പണ്ടക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ എന്താണ് നാരായണായ്മ എഴുതിശം പറഞ്ഞതാണ്. എല്ലാം ഒന്നാണെന്ന് ഭാവനയാണ് കേട്ടോ. അല്ല, കാരണം എല്ലാം ഒന്ന് വെച്ചിട്ട് ഭാവനയെ പാടുള്ളൂ. ഒന്നാണുള്ള സമദർശനേ പാടുള്ളൂ. വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സമപ്രവർത്തനം പാടില്ല. സമദർശനം ഉണ്ടായേ ജയിച്ചു. അത് സാധിക്കണം. സാജൻ ഇനി പറഞ്ഞു, ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാൻ അന്യപി യോധവീരാൻ മയാ കഥാസ്ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധസ്വ ജയതാസി രണേ സപത്നാൻ. ഓരോ കാര്യം ഇവിടെയാണ് ആ ജയദ്രഥൻ്റെ കഥ വരുന്നത്. അവിടെ 8ാം ശ്ലോകത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ദ്രോണം അവിടെ ജയദ്രഥ ഇവിടെ വരുന്നു പറയണം. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം ച തഥാ അന്യാൻ അപി യോധവീരൻ. കുറച്ചാളുടെ പേര് വന്നിട്ട് ഈ മരല അവരൊക്കെ അവരെന്തോ മയാ കഥാസ്ത്വം, ഞാൻ അവരൊക്കെ കൊന്നിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ മാറ്റം വരുത്തില്ല. കാലം തന്നെ, ഞാൻ കാലമാണ്. ആ കാലം കണ്ടും മാറി മാറില്ലോ. ആദ്യം സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതുമാതിരി തന്നെ ഉണർന്നിരിക്കൽ, സ്വപ്നം കാണൽ, ഉറങ്ങൽ, ഇതൊക്കെ ഞാൻ തന്നെ നടത്തുന്നത്. മയാ കഥാസ്ത്വം ജഹിമാ വ്യധിഷ്ഠ. നീയെ ദുഃഖിക്കണ്ട, വ്യഥ വേണ്ട, നിനക്ക് ദുഃഖം വേണ്ട. കാരണം നീ ഒന്നും ചെയ്യണില്ല, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാനാണ്. നല്ലത്. ഇതുപോലെ പങ്കയ്ക്ക് കേമത്തൊന്നുമില്ല. ഇലക്ട്രിസിറ്റി വന്നാൽ തിരിയാം, ഇലക്ട്രിസിറ്റി വെച്ചാൽ അടക്കാം. അതുപോലെ നീ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ ഞാനിങ്ങോട്ട് നീങ്ങുന്നാൽ നിനക്ക് ഒന്നുമില്ല. ബോധമില്ല വെച്ചാൽ ഒന്നുമില്ല, വെറും ശരീരം. അതുപോലെ എന്തിനകത്തൊക്കെ പഠിപ്പിക്കുന്നു നമ്മളെ. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ അഹങ്കാരത്തിന് വില. ഈശ്വര സാക്ഷി ഇങ്ങോട്ട് പിന്നാക്കട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനുമില്ല. എൻ്റെ കയ്യെന്നൊക്കെ ഞാൻ പറയും ചിലർ. ഞാനും എന്ത് ശാക്രതനാ പറയും. ഒന്നും വേണ്ട, ആ ഭാഗത്തേക്കുള്ള ശക്തി ഉണ്ടല്ലോ, അതങ്ങോട്ട് എന്താ പറയുക, തളർവാദം എന്നതിന് പേര്.
അതുകൊണ്ട് വിട്ടിരിക്കുക, കൈ ഇങ്ങനെയായി. പിന്നെ അത് പൊക്കണമെങ്കിൽ വലത്തെ കൈയാണെങ്കിൽ ഇടത്തെ കൈ വേണം പൊക്കാൻ. അത്രയേ ഉള്ളൂ. എൻ്റെ കൈ ഉണ്ടല്ലോ, ഞാൻ തന്നെ അങ്ങനെ എന്ത് കൈ കഴിഞ്ഞ ഒരു ഭാഗം തളർന്നാലോ അപ്പോൾ ഒന്നുമില്ല നമുക്ക്. അല്ലെ, ലോകത്തിൽ വീർപ്പ് മാത്രമുണ്ട്, അങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകും എന്നൊക്കെ ചിന്തിക്കാനും ഇങ്ങനത്തെ എന്തിനാ അതൊക്കെ നമ്മൾ പഠിക്കുന്നതും ഇത് പിടിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഹങ്കാരം എന്നുള്ളത് ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ ചുരുക്കെങ്കിലും ചെയ്യുക. ഇല്ലാതെയാവും തോന്നണില്ല, ചുരുക്കെങ്കിലും ചെയ്യുക. എന്തിന് എത്ര കണ്ട് ചുരുങ്ങി കിട്ടിയോ അത്ര കണ്ട് നമുക്ക് ശാന്തിയും സമാധാനം ഉണ്ടോ. അതിനാണല്ലോ ഈ പണിയൊക്കെ എടുക്കുന്നത്. അത് സാധനങ്ങളെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. ആന്തരമായ ഒരു മാറ്റം വരെ അല്ലാണ്ട് യാതൊരു മാർഗവും ശാന്തയ്ക്ക് ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവും തോന്നണമില്ല. ഏതായാലും യുദ്ധസ് ജേതാസി രണേ സപത്നാൻ, ഈ രണം യുദ്ധത്തിലെ സപത്നാൻ ശത്രുക്കളൊക്കെ കൊന്നിട്ട് നീ രാജ്യമായിട്ട് സുഖായിച്ചിരുന്നു എന്ന് വരെ പറഞ്ഞപ്പോൾ നീ സഞ്ജയന ഉവാച എന്നുള്ളത് നാളെ.